ഹലോ, ക്ലാസ് തുടങ്ങാനല്ലേ? കുട്ടികൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുട്ടികളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഈ ചാപ്റ്റർ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചു പോയാൽ ശരിയാവില്ല. ഈ ചാപ്റ്റർ കുറച്ച് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് നമ്മൾ വേറൊരു രീതിയിൽ ഇതിനെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നുള്ളത്. ആദ്യം ഞാൻ നമ്മൾ ബയോട്ട് സാവേർട്സ് ലോ വെച്ചിട്ടാണ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. അക്കോർഡിംഗ് ടു ബയോട്ട് സാവേർട്സ് ലോ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു എലമെന്റൽ ലെങ്ത് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പൊ എന്തായിരിക്കണം? ഒരു കണ്ടക്ടറിൽ I പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ അത് മൂലം ഉണ്ടാവുന്ന അതിലെ ചെറിയൊരു ഭാഗം ഉള്ള ഒരു കണ്ടക്ടർ മൂലം ഒരു ലെങ്ത് മൂലം ഉണ്ടാവുന്ന 6 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന ഒരു പിന്നെ പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, μ0/4π വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോ ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇവിടെ ഒരു ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാന്ന് പറയാമോ? നേരത്തെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 6 ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു.
നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച് 0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. എപ്പോഴാണ് ഇത് ഈ തീറ്റ ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് നേരെ ഇപ്പൊ അതായത് ആദ്യം നമ്മൾ ഇവിടെ ആർ ഡിസ്റ്റൻസ് അല്ല ഇവിടെ ഒരു പോയിന്റാ പറഞ്ഞത്. ഇനി ഈ പോയിന്റ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ആക്സിസിലായില്ലേ. അപ്പൊ ഈ തീറ്റ എന്താവും അങ്ങോട്ട് വരുമ്പോ? തീറ്റ 0 ആവില്ലേ? തീറ്റ 0 ആയിട്ടല്ലേ പോയിന്റ് അവിടെ എത്തുള്ളൂ, ആക്സിസിലേക്ക് എത്തുള്ളൂ അല്ലേ? അപ്പൊ തീറ്റ 0 ആയി കഴിഞ്ഞാൽ സൈൻ 0 വരുന്നോണ്ട് അപ്പൊ ഒരു കണ്ടക്ടർ മൂലം ആക്സിസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? 0. ഇത് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും നമുക്ക് തിയറിയിൽ നിന്ന് കിട്ടൂല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ ട്രിക്കുകൾ ഞാൻ ഇതിൽ പറയും. ഓക്കെ, ആ ട്രിക്കുകൾ നിങ്ങൾ 1 by 1 ആയിട്ട് നോട്ട് ചെയ്യാട്ടോ. അപ്പൊ ഒരു കണ്ടക്ടർ മൂലം നമ്മൾ ഒരു ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബി 0 ആയിരിക്കും. അതിന്റെ നേരെ മുകളിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ആറ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ആക്സിസിൽ 0 ആയിരിക്കും. അതല്ലാതെ നമ്മൾ തൊട്ട് മുകളിലോ സൈഡിലോ ഒക്കെ എവിടെയെങ്കിലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഓക്കെ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഇൻഫിനിറ്റ്ലി. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതി പോട്ടോ. നോട്ട് ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അതായത് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതായിരിക്കും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, നിങ്ങൾക്ക് ഇൻഫിനിറ്റ്ലി ലോങ്, അതായത് ഇൻഫിനിറ്റ്ലി രണ്ട് സൈഡിലേക്കും ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൂടെ ഒരു കറണ്ട് ആയി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആറ് ഡിസ്റ്റൻസ് അകലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം. എന്ത് എഴുതാം? μ0I divided by 2πr. μ0I divided by 2πr. ഓക്കെ, ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ രണ്ട് കേസ് പറഞ്ഞപ്പോ, ഒന്ന് ഒരു ചെറിയ കണ്ടക്ടർ മൂലം ആർ ഡിസ്റ്റൻസ് അകലെ ബയോട്ട് സാവേർട്സ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അറ്റേ ആർ ഡിസ്റ്റൻസ് അകലെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാവുന്നത്, നമുക്ക് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അവസാനം നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇട്ട് വിട്ടുതരാനാണ്. ഓക്കെ, കാര്യം ഈ ചാപ്റ്റർ നമുക്ക് അങ്ങനെ കുറച്ച് ട്രിക്ക് പരമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, കുറെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം. ഓക്കെ, മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കുക, ബയോട്ട് സാവേർട്സ് ലോ ഉപയോഗിച്ചിട്ട് ചെറിയൊരു എലമെന്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ സബായിട്ട് ആക്സിസിൽ എത്രയെന്ന് പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ മൂലം ആർ ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് μ0I by 2πr. ഇനിയും അടുത്തൊരു കേസാണ് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടർ എടുത്തു, ഇൻഫിനിറ്റ്ലി ലോങ് അല്ല, ഒരു ആർ ഡിസ്റ്റൻസ് അകലെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്റെ ഈ എൻഡിലേക്ക് ഇവിടുന്ന് ഉണ്ടാവുന്ന ആംഗിൾ θ1 ആണ് വിചാരിക്കുക. ഈ എൻഡിലേക്ക് ഇവിടുന്ന് ഉണ്ടാവുന്ന ആംഗിൾ θ2 ആണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ്ലി ലോങ് അല്ലെങ്കിൽ രണ്ട് എൻഡിലേക്കും ഒരു ആംഗിൾ ഉണ്ടാക്കാമല്ലോ. ഓക്കെ, അപ്പൊ അത് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അത് θ1 ഉം θ2 ആണെങ്കിൽ ആർ ഡിസ്റ്റൻസ് അകലെ ഈ കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന ഐ കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ മൂലം ആർ ഡിസ്റ്റൻസ് അകലെ പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I divided by 4πr into sin θ1 plus sin θ2 ആണ്. sin θ1 plus sin θ2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഇത് നോക്കേണ്ടത്, നമ്മൾ 3 കേസ് പഠിച്ചു. ചെറിയൊരു കണ്ടക്ടർ മൂലം ആർ ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന പഠിച്ചു, ആക്സിസിൽ എത്രയെന്ന് പറഞ്ഞു. ഇനി ഇൻഫിനിറ്റി ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ മൂലം ആർ ഡിസ്റ്റൻസ് അകലെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നെന്ന് പഠിച്ചു. അത് μ0I by 2πr ആണ്. ഇനി അടുത്ത കേസ് പഠിക്കുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് അല്ല, ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു. അതിന്റെ രണ്ട് എൻഡിലേക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ θ1 ഉം θ2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആർ ഡിസ്റ്റൻസ് അകലെ ആ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I by 4πr into sin θ1 plus sin θ2. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. അതൊന്നും ഈ നോട്ടിൽ ഉണ്ടാവണമെന്നില്ല, കാര്യം ഇതൊക്കെ ഒരു എൻട്രൻസ് ഓറിയന്റഡ്
ശരിയാണ്. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, അതിന് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ പഠിച്ചിട്ടുള്ളത് സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ ബി സിക്കൽ എന്താ പഠിച്ചിട്ടുള്ളത്? μ0 Ni a സ്ക്വയർ. എ റേഡിയസ് ഉള്ള ഒരു 2 × a² + x² ഹോൾ റൈസ് ടു 3/2. ഇതാണ് ആക്സിസിൽ കാണാനുള്ളത് അല്ലെ. ഒരു സർക്കുലർ കോയിൽ വെച്ചിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ, ഇതിന്റെ റേഡിയസ് എ ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് പിയില് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഒരു സർക്കുലർ കോയിൽ എടുത്തു, അതിന്റെ സെന്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പി നിങ്ങൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ബി = μ0 Ni a² divided by 2 × a² + x² ഹോൾ റൈസ് ടു 3/2. ഇനി അപ്പൊ ഒരു സർക്കുലർ കോയിലിന്റെ സെന്ററിൽ കാണണമെങ്കിൽ നിങ്ങൾ ആ എക്സിന് എന്ത് കൊടുത്താൽ മതി? എക്സിന് നിങ്ങൾ 0 അങ്ങോട്ട് കൊടുത്താൽ മതി അല്ലെ. എക്സ് 0 കൂടി പോയിന്റ് സെന്ററിലായില്ലേ. ആ ഡയഗ്രത്തിലേക്ക് നോക്കുക. എക്സിന് നിങ്ങൾ 0 കൊടുക്കുന്നതോട് കൂടി ആ പോയിന്റ് എവിടെ വന്നു? സെന്ററിൽ വന്നു. ഓക്കെ, സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സിന് ഞാൻ അതിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടും അല്ലെ. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, n ടേൺസ് ഉണ്ടെങ്കിൽ താഴെയുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, n ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേൺസ് ആണെങ്കിൽ μ0I/2 r കിട്ടും. അപ്പൊ ഒരു സർക്കുലർ കോയിലിന്റെ ആക്സിസിൽ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ സെന്ററിൽ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ രണ്ട് ഇക്വേഷനും വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അപ്പൊ അടുത്തത് നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ. ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്, അതായത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ്. ഓക്കെ, അതായത് ഒരു കറണ്ട് ആയി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ ഉള്ള ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റഗ്രൽ B.dl എന്ന് പറയുന്നത് μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് എന്നാണ് പഠിച്ചത്. ഓക്കെ, μ0 ടൈംസ് ആംപിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്, ആംപിയർ സർക്യൂട്ടൽ ലോ. അപ്പം നമുക്ക് ഇന്റഗ്രൽ B.dl = μ0 I എൻക്ലോസ്ഡ് എന്നാണ്. അതായത് കറണ്ട് എൻക്ലോസ്ഡ് I ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് μ0 I ആണ്. അടുത്തത് നമുക്ക് അറിയേണ്ടത് സോളിനോയിഡ് ആണ്. ഈ ഫോർമുലകളൊക്കെ ഓർത്തിരിക്കുക. ഫോർമുലകൾ ഇഷ്ടം പോലെയുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോളിനോയിഡ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമ്മളൊരു സോളിനോയിഡ് വരച്ചു കഴിഞ്ഞാല് അതിന്റെ ഈ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni അറ്റത്ത് Ni/2 ആയിരിക്കും. അതിന്റെ അകത്ത് റീജിയനില് സെൻട്രലില് മിഡിലായിട്ട് വരുന്ന റീജിയനില് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 Ni ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സോളിനോയിഡ് നീളമുള്ള ഒരു സാധനമാണ്. അതിന്റെ ഏതെങ്കിലും അറ്റത്ത് എടുക്കുകയാണെങ്കിൽ അറ്റത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? μ0 Ni/2 ആണ്, എൻഡ് പോയിന്റിൽ. ഓക്കെ, ഇനി അതിന്റെ അകത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഞാൻ കുറെ തിയറി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം കുറച്ച് പ്രോബ്ലംസിലേക്ക് ഇനി വരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് വന്നിട്ട് പിന്നെയും തിയറിയിലേക്ക് വരാം, അല്ലെങ്കിൽ ആകെ പൊട്ടുമുടും. ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, an arc of semicircle, an arc of a circle of radius capital R, substance an angle π/2 at the center. It carries a current I. Magnetic field at the center will be. Okay, അതായത് നമുക്കൊരു ആർക്ക് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ ഒരു സർക്കിൾ മൂലം എത്ര സെന്ററിൽ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതിൽ π/2 ആംഗിളിലുള്ള ഒരു ആർക്ക് മാത്രം കൺസിഡർ ചെയ്യാം. നമുക്കൊരു ഫുൾ സർക്കിളിനെ അറിയുള്ളൂ.
ഓക്കെ, നമുക്കൊരു ഫുൾ സർക്കിളിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് സെന്ററിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്. അതാണ് നമ്മൾ സർക്കുലർ കോയിൽ μ0I/2r എന്ന് പഠിച്ചത് അല്ലെ. μ0I/2r നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ നമുക്ക് π/2 ആണ് ആംഗിള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഈ ഒരു സർക്കിളിന്റെ 4/1 ഭാഗമല്ലേ ഈ π/2 ആംഗിളിലുള്ള ഭാഗം വരുന്നത് അല്ലേ. അപ്പൊ ഒരു സർക്കിളിന് നമ്മൾ പഠിച്ചത് μ0I/2r എന്നാണ് അല്ലെ. ഇനി അതിൽ 4/1 ഭാഗമല്ലേ ഈ 90 ഡിഗ്രി വരുന്ന ആർക്ക് വരുന്നുള്ളൂ. അപ്പൊ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ 4/1 ഭാഗം അല്ലെ. അപ്പൊ എത്ര വരിക μ0I/8r. ഒരാൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് μ0I/8r. ഓക്കെ, μ0I/8r എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സർക്കിൾ മൂലം ഉണ്ടാകുന്നതിന്റെ 4/1 ഭാഗമേ ഉണ്ടാവുള്ളൂ ഒരു 90 ഡിഗ്രി ഉള്ള ഒരു സർക്കിളിന്റെ ഭാഗം വരുമ്പോ. കാര്യം ഒരു സർക്കിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4/1 ഭാഗമായി ഒരു സർക്കിളിന്റെ. അപ്പം 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അടുത്തൊരു ദ വയർ ഓഫ് ലൂപ്പ് PQRS ഫോംഡ് ബൈ ജോയിനിങ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരിക. ഓക്കെ, എ വയർ ഓഫ് ലൂപ്പ് PQRS formed by joining two semi-circular wires of radii R1 and R2 carries a current I as shown in the figure. The magnitude of magnetic induction at the center O is. അപ്പൊ ഇതിൽ 2 സെമി സർക്കിൾ ആണ് ഉള്ളത്. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ എല്ലാ കോൺസെപ്റ്റും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്ക് എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കി എന്താണ് അതിന്റെ ഒരു ആൻസർ പിക്ക് ചെയ്യാം. μ0I/4 into 1/R1 minus 1/R2. ഓക്കെ, ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. നമുക്ക് നോക്കാം അത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മള് കറണ്ട് ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ നിങ്ങളുടെ തമ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ തമ്പ് ആ ഡയറക്ഷനിലേക്ക് പിടിച്ചിട്ട് കർവ്ഡ് ഫിംഗേഴ്സ് ഇങ്ങനെ ചുറ്റി പിടിക്കുക. ഇപ്പൊ നിങ്ങളൊരു പേന നിങ്ങൾ എടുത്തിട്ട് ആ പേനയില് തമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കറണ്ടിന്റെ ഡയറക്ഷനിൽ കറണ്ട് പോകുന്ന ഏത് കണ്ടക്ടറാണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. എങ്ങനെയായിരിക്കണം, തമ്പ് കറണ്ടിന്റെ ഡയറക്ഷൻ ആവുന്ന രീതിയിൽ. അപ്പൊ ആ ചുറ്റി കിടക്കുന്ന ബാക്കിയുള്ള ഫിംഗേഴ്സ് ഉണ്ടല്ലോ, അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ചുറ്റി പിടിച്ചു കഴിഞ്ഞാല് ഇതിനിപ്പോ ഇങ്ങോട്ട്, ഓക്കെ, ഇതിന്റെ അകത്തുള്ള സെമി സർക്കുലർ പാർട്ടിന്റെ കറണ്ട് ഈ ഡയറക്ഷനിലാണ്, പുറത്തുള്ള സെമി സർക്കുലർ പാർട്ടിന്റെ കറണ്ട് ഈ ഡയറക്ഷനിലാണ്. അത് ഓർക്കുക. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കർവ്ഡ് ഫിംഗേഴ്സ് ഇങ്ങനെ അകത്തിലൂടെ പോയിട്ട് പുറത്തേക്ക് ചാടുക അല്ലെ. ഞാനിപ്പോ തമ്പ് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുകയാണ്. തമ്പ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാല് ബാക്കി ഇത് വരക്കണമെങ്കിൽ നല്ല കഴിവാണ്. ബാക്കി എങ്ങനെ ഞാൻ വരക്കുക, ബാക്കി വിരലുകള് ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ചുറ്റി കിടക്കുക ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടുക ചെയ്യാം അല്ലെ. ഇതാണ് നിങ്ങളുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് തമ്പിന്റെ ഡയറക്ഷനിൽ. അപ്പം ആ പുറത്തിലൂടെ പോയിട്ട് അകത്തിലൂടെ പുറത്തേടാ ചെയ്യുക വരല്. അപ്പൊ ഇവിടെ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ പുറത്തോട്ടാണ് അല്ലെ. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് നോക്കുകയാണെങ്കിൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഫിംഗേഴ്സ് പുറത്ത് ചാടുന്ന വിരലിന്റെ ഡയറക്ഷൻ ആണ്
മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് ഇവിടെ കറണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടായിരിക്കും. ഏത് മൂലം? ഈ സെമി സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് കറണ്ട് ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? പുറത്തോട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലൊരു ഡോട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ട് പോയിട്ട് ഇങ്ങനെ ഒരു പാർട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടുന്ന് കറണ്ട് ഇങ്ങനെ റിട്ടേൺ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്പ് ഇങ്ങോട്ടാക്കി പിടിച്ചു കഴിഞ്ഞാല് ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കർവ്ഡ് ഫിംഗേഴ്സ് പുറത്തുനിന്ന് നേരെ അകത്തോട്ട് കയറുക ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? അകത്തോട്ടായിരിക്കും. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് ആണെന്ന് മനസ്സിലായി. ഇങ്ങോട്ട് കറണ്ട് വരുമ്പോഴുള്ള ഡയറക്ഷൻ അല്ല, അങ്ങോട്ട് കറണ്ട് പോകുമ്പോഴുള്ള ഡയറക്ഷൻ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് സെൻട്രലില് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ സെമി സർക്കിൾ മൂലം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടും ഈ സെമി കണ്ടക്ടർ മൂലം മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടുമാണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് പുറത്തോട്ട് വന്ന് അകത്തോട്ട് വരുമ്പോൾ രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാവുന്ന ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. കാര്യം ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് അകത്തോട്ടാണ്, ഒന്ന് പുറത്തോട്ടാണ്. ഇനി നമ്മളില് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. വലുതിന്റെ ഡയറക്ഷൻ അല്ലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ വലുത് എന്ന് പറയുന്നത് ശരിക്ക് ചെറുത് മൂലമാണ് വലിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. എന്താ കാര്യം? റേഡിയസ് കുറവായിന്നല്ലേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I ഒരു ഫുൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഫുൾ സർക്കിൾ മൂലം μ0I/2r ആണ് അല്ലെ. μ0I/2r ആണ്. അപ്പൊ ഒരു സെമി സർക്കിൾ മൂലം എന്ത് ചെയ്യണം? സെമി സർക്കിൾ മൂലം അതിന്റെ ഹാഫ് അല്ലേ വരുള്ളൂ. അപ്പം ഒരു സെമി സർക്കിൾ മൂലം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/4r ആണ്. അപ്പൊ ഒരു സെമി സർക്കിൾ മൂലം ഉണ്ടാവുന്നത് ഒരു ഫുൾ സർക്കിളിന്റെ പകുതി, ദാറ്റ് ഈസ് μ0I/4r. ഇതാണ് ഫസ്റ്റ് മൂലം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇത് ഫസ്റ്റത്തിന്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? R1 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തിന്റെ റേഡിയസ് എത്രയാണ്? R2 ആണ്. അപ്പൊ അത് മൂലം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? μ0I/4r2. ഇനി ഞാൻ പറഞ്ഞു കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കണം അല്ലെ. കാര്യം ഒന്ന് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടും ഒന്ന് ഉണ്ടാക്കുന്നത് പുറത്തോട്ടുമാണ്. കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതോടുകൂടി സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറും. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എനിക്ക് μ0I/4 വെളിയിൽ എടുക്കാം. ബാക്കി എന്താ ഉള്ളത്? ഫസ്റ്റത്തില് 1/R1 ഉണ്ട്, രണ്ടാമത്തില് 1/R2. അപ്പൊ ഡിഫറൻസ് എടുത്തിട്ട് കോമൺ വെളിയിൽ എടുക്കുക. ദാറ്റ് ഈസ് μ0I/4 into 1/R1 minus 1/R2. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്ലോസ്ഡ് ഫിഗർ തന്നു. ഇതുപോലൊരു ക്ലോസ്ഡ് ഫിഗർ തന്നു. ഓക്കെ, ഒരു സർക്കിൾ തന്നു. ഇതിന്റെ ഈ ഭാഗത്തു നിന്ന് ഒരു എ എടുത്തു, ഈ ഭാഗത്തു നിന്ന് ഒരു ബി എടുത്തു. ഓക്കെ, ഈ രണ്ട് പോയിന്റുകൾക്കിടയില് ഇവിടുന്ന് ഒരു കറണ്ട് ഇങ്ങനെ കയറി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിലൂടെയും കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും, ഇതിലൂടെയും കറണ്ട് സ്പ്ലിറ്റ് പോകും. ഈ സെൻട്രലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ എത്ര നിങ്ങൾ പറയാം? ഈ സെൻട്രലിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ചോദിച്ചാൽ എത്ര പറയാം? 0. യെസ്, 0 ആണ്. ആൻസർ ശരിയാണ്, 0 ആണ്. എന്താ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ആർക്ക് മൂലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ സെൻട്രലിൽ ഉണ്ടാവും, ഈ ആർക്ക് മൂലം മാഗ്നറ്റിക് ഫീൽഡ്. ഇത് കറണ്ട് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് 0 ആയി എന്നുള്ളതാണ് ഞാൻ പറയണത്. ഒന്ന്, ഇത് കറണ്ട് ഇങ്ങോട്ട് കയറി പോകുന്നു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഇത് മൂലം പുറത്തോട്ടും ഇത് മൂലം അകത്തോട്ടുമാണ് ഫീൽഡ് വരിക. അപ്പൊ രണ്ടും ഡിഫറൻസ് ആണ് വരിക. ഇനി എങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു? ഒന്ന് ചെറിയ ആർക്കും ഒന്ന് വലിയ ആർക്കും അല്ലേ, പിന്നെ എങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറണ്ട് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ബയോട്ട് സാവേർട്സ് ലോ പ്രകാരം നമ്മൾ പഠിച്ചത് dB = എന്താണ്?
mu 0 by 4 pi ideal sin theta by r square. ഓക്കെ, ഇതില് ഇങ്ങോട്ടുള്ള ആർ എടുത്തു കഴിഞ്ഞാലും ഇങ്ങോട്ടുള്ള ആർ എടുത്തു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഇത് ബാധിക്കൂല. സൈൻ തീറ്റ. ഓക്കെ, അടുത്തത് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏത് പോയിന്റിലേക്ക് എടുത്തു കഴിഞ്ഞാലും 90 ഡിഗ്രിയാണ് ഇതിനെ. അപ്പൊ സൈൻ തീറ്റനെയും ബാധിക്കൂല. ഓക്കെ, എല്ലാം ആ സെന്ററിൽ നിന്ന് ആ കണ്ടക്ടറിന്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാലും ആ കണ്ടക്ടർ ആ പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ സൈൻ തീറ്റയും ബാധിക്കില്ല. mu 0 by 4 pi എന്താണ്? ഈ രണ്ട് കണ്ടക്ടറിനും ഇതിനും ഇതിനും രണ്ടിനും കോൺസ്റ്റന്റ് ആണ്. പിന്നെ IDL ആണ് ഇതിൽ വേരി ചെയ്യുന്നത് അല്ലെ, കറണ്ടും DL-ഉം. IDL നിങ്ങൾ നോക്കുക. IDL എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പം ലെങ്ത് കുറവാണ് അല്ലെ. ലെങ്ത് കുറവാകുമ്പോ റെസിസ്റ്റൻസ് കുറയില്ലേ? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു തോന്നുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ എടുത്തല്ലോ അല്ലെ, എടുത്തു. ഓക്കെ, അപ്പൊ അതില് ലെങ്ത് കുറയുമ്പോ എന്ത് ചെയ്യും? കറണ്ട് കുറയും. ഓക്കെ, അപ്പൊ IDL എന്ന് പറയുന്നത് ലെങ്ത് കുറയുമ്പോ കറണ്ട് കൂടും, കാര്യം റെസിസ്റ്റൻസ് കുറയുന്നു, അപ്പൊ കറണ്ട് എന്ത് ചെയ്യും? കൂടും. ഇനി ഇതിലൂടെ എന്ത് ചെയ്യും? ലെങ്ത് കൂടുതലാണ്, അപ്പൊ കറണ്ട് എന്ത് ചെയ്യും? കുറയും. എനിവേ IDL എന്ന് പറയുന്ന ഒന്ന് കൂടുമ്പോ മറ്റേ കുറയുന്നതുകൊണ്ട് എന്താണ്? IDL എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. IDL എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ബയോട്ട്സ് ലോ പ്രകാരം നമുക്ക് ആ എക്സ്പ്രഷനിൽ വരുന്ന IDL-ഉം കോൺസ്റ്റന്റ് ആവും. നമ്മളിപ്പം ബി പഠിച്ചത് mu 0 by 4 pi IDL sin theta by r square ആണ് അല്ലെ. അപ്പൊ ഇതിൽ IDL ബാക്കിയുള്ളതൊക്കെ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ IDL കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എന്താവും? രണ്ട് മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? സെയിം ആവും. കാര്യം IDL-ഉം കോൺസ്റ്റന്റ് ആയി. തീറ്റ എല്ലാത്തിനും കോൺസ്റ്റന്റ് ആണ്. ആറ് സെന്ററിൽ നിന്ന് ആ കണ്ടക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് സർക്കിൾ ആയതുകൊണ്ട് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. mu 0 by 4 pi ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. പിന്നെ IDL ആണ് മാറിക്കളിക്കുക കണ്ടക്ടറിന്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച്. പക്ഷെ IDL എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. കാര്യം എന്താണ്? അതിന്റെ കാരണമായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? IDL എന്ന് പറയുമ്പോൾ കറണ്ട് കൂടുമ്പോൾ ലെങ്ത് കുറയുന്നു. പക്ഷെ കാര്യം റെസിസ്റ്റൻസ് ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അപ്പൊ കറണ്ട് കൂടും. അപ്പൊ ഇവിടെ IDL എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബി എന്തായിരിക്കും? രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് മൂലം ഉണ്ടാക്കുന്ന ഫീൽഡും ഒന്നായിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ചിന്തിക്കേണ്ടത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നായിരിക്കും, പക്ഷെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഒന്നായത് കൊണ്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, പക്ഷെ അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അപ്പൊ സെന്ററിൽ 0 ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷെ രണ്ടിന്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാല് മാഗ്നിറ്റ്യൂഡിന്റെ റേഷ്യോ എടുത്താൽ 1 ആയിരിക്കും, രണ്ടും ഒന്നായത് കൊണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാല് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ്. കണ്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തിയറി ആദ്യം പറഞ്ഞത്. കണ്ടോ? ഇതിന്റെ ആൻസർ ഒന്ന് ചാടി കയറി പറഞ്ഞേ. ചാടി കയറി പുഷ്പം പോലെ ആൻസർ ചെയ്യാം. 1. ഓക്കെ, ആൻസർ എന്താ വരിക? 1. എന്താ കാര്യം? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സർക്കിളില് ഡിവിഷൻ നടന്നു കഴിഞ്ഞാല് സെൻട്രലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ കുറെ ട്രിക്കുകൾ, കുറെ ഐഡിയാസ് പറഞ്ഞു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് മാത്രമല്ല ചോദിക്കുക, ചിലപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നു, ഷേപ്പ് വന്നു. സെൻട്രലിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ്? ബി സെൻട്രലിൽ 0 ആയിരിക്കും. ഓക്കെ, ബി സെൻട്രലിൽ 0 ആയിരിക്കും. ഓക്കെ, അതായത് ഇത് മൂലം ഉണ്ടാവുന്നതായിട്ട് ക്യാൻസൽ ചെയ്യും. ഇത് മൂലം ഉണ്ടാവുന്നതായിട്ട് ക്യാൻസൽ ചെയ്യും. കാര്യം എന്താണ്? ഒന്ന് ക്ലോക്ക് വൈസ് ആണ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അതിന്റെ സെന്ററിൽ എത്ര ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? 0. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഏതെടുത്തോട്ടെ, ലെങ്ത് ഡിഫറൻസ് ഉണ്ടായാലും ലെങ്ത് ഡിഫറൻസിനനുസരിച്ച് IDL കോൺസ്റ്റന്റ് ആയി വരുന്നു. അപ്പൊ ഏത് ക്ലോസ്ഡ് ഫിഗർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സെൻട്രലിൽ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഡിവിഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് കറണ്ട് ഡിവിഷൻ നടന്നിട്ട് ഒരു ക്ലോസ്ഡ് ഫിഗറിലൂടെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സെൻട്രലിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0. ഓക്കെ, ഇനി അതിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞാൽ 1 ആയിരിക്കും. രണ്ടും
ഈക്വൽ ആയതുകൊണ്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് സമ്മ് 0 ആയി പോകുന്നത്. അപ്പൊ ഈക്വൽ ആയതുകൊണ്ട് റേഷ്യോ എടുക്കുമ്പോൾ 1 ആയി പോകും. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് തന്നെ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരിക. നിങ്ങൾ ബുക്കൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോറിസോണ്ടൽ ആ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് കറണ്ട് പോകുന്നതൊക്കെ കാണിക്കുക. എന്നിട്ട് എവിടെയാ കാണേണ്ടതെന്നുള്ളതൊന്ന് വരച്ചേ. ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാം. വെറുതെ നമ്മൾ ഓടിച്ചു വിട്ടാൽ പ്രശ്നമാവുന്ന ചാപ്റ്റർ. ഓക്കെ, ഡയറക്ഷൻ സംബന്ധമായിട്ടുള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയാണ്. ഒന്ന് ആ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കിയാൽ എല്ലാവരും. ഏത് ആൻസർ വരുന്നുണ്ടോ? അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ഓവർഹെഡ് പവർ ലൈൻസ് 90 ആംപിയർ ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പൊ ഇവിടെയാണ് ഈസ്റ്റ്, ഇവിടെയാണ് വെസ്റ്റ്. അതിൽക്കൂടെ 90 ആംപിയർ കറണ്ട് പോകുന്നു. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് what is the magnitude and direction of magnetic field due to the current 1.5 meter below the line. അതായത് നിങ്ങൾ ഇതിന്റെ 1.5 മീറ്റർ ബിലോ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ എത്രയായിരിക്കും ഈ പോയിന്റ്, ഇവിടെ എത്രയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യ ഡയറക്ഷൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തമ്പ് നിങ്ങൾ പിന്നെ ഇതില് എല്ലാം 4 ഡയറക്ഷൻ ആയതുകൊണ്ടല്ലോ, ഇതിൽ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി, കാൽക്കുലേഷൻ ചെയ്യേ വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കണ്ടക്ടറിന് ചുറ്റും നിങ്ങളുടെ റൈറ്റ് ഹാൻഡിനെ പിടിക്കുക. എന്നിട്ട് തമ്പ് എന്ത് ചെയ്യുക, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ പിടിക്കുക. അപ്പൊ കർവ്ഡ് ഫിംഗേഴ്സ് ഇതിന് ചുറ്റും പോയിട്ട് എങ്ങനെ വരും, ഇതിന് ചുറ്റും പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ആടില്ലേ ചെയ്യുക. ഓക്കെ, നിങ്ങളെ തള്ളവിരൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ബാക്കിയുള്ള ഫിംഗേഴ്സ് ഒക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യുക. അപ്പൊ ഈ പോയിന്റില് ഫിംഗേഴ്സ് പുറത്തേക്ക് ചാടുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളുടെ അപ്പൊ ആ പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ പുറത്തേക്ക് വരിക നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്, അകത്ത ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈസ്റ്റ്, അവിടെ വെസ്റ്റ്, അകത്ത് നോർത്ത്, പുറത്ത് സൗത്താ വരിക. അപ്പൊ സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൗത്ത് എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് എഴുതാം, ഓപ്ഷൻ എ എഴുതാം. ഓക്കെ, അതായത് നമ്മള് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഇവിടെ വരക്കുക എന്നുള്ളതാണ്. അതായത് ഇതാണ് നിങ്ങളുടെ കണ്ടക്ടർ, ഇങ്ങോട്ടാ വരുന്നത്, ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഈസ്റ്റ് പറഞ്ഞു, ഇവിടെ വെസ്റ്റ് പറഞ്ഞു. ഇനി ഇവിടെ നമ്മള് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നോർത്ത്, ഇവിടെ ആയിരിക്കും സൗത്ത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പൊ ആ പോയിന്റിൽ, ആ പർട്ടിക്കുലർ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് നേരെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടുക എന്ന് പറഞ്ഞു. പുറത്തേക്ക് ചാടുക എന്ന് പറയുമ്പോൾ സൗത്തിലേക്ക് വരികയാണ്. ഓക്കെ, സൗത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആ ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മള് ആ കണ്ടക്ടറിനെ ചുറ്റി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പിടിക്കുക. ഏത് ഡയറക്ഷനില്, തമ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കറണ്ടിന്റെ ഡയറക്ഷനായി പിടിച്ചുകൊണ്ട്. അപ്പൊ ആ ഫിംഗർ പുറത്തേക്ക് വരുന്ന ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഫിംഗേഴ്സ്, കർവ്ഡ് ഫിംഗേഴ്സ്. ഓക്കെ, അപ്പൊ ഏതാ ആൻസർ വരിക, എ ആണോ ആൻസർ വരിക? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചൊരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അത് എങ്ങനെയാണ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കുലർ ലൂപ്പ് ഓഫ് വയർ ഓഫ് സൈഡ് എൽ. സൈഡ് ലെങ്ത് എത്രയാണ്, എൽ.
Side length L carries a current I. The magnetic field produced at the circumcenter of the loop is. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ക്യാരീസ് എ കറണ്ട് ആയി. ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സർക്കംസെന്റർ ഓഫ് ദ ലൂപ്പ് ഈസ്. ഓക്കെ, ഒരാൾ ഇവിടെ ആൻസർ ഒക്കെ മാർക്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതില് നമുക്ക് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടി. അപ്പൊ 3 സൈഡും ഒരേ അകലത്തില് ഒരേ രീതിയിൽ കടക്കുന്നതുകൊണ്ട് 3ന്റെയും ഫീൽഡ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 3ന്റെയും ഫീൽഡ്, കാര്യം കറണ്ട് എല്ലാത്തിലും ഒരേ ഡയറക്ഷനിലെ വരും. ഒക്കെ ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഫീൽഡിന് ഒരു ഡയറക്ഷനാ സെന്ററിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡിന്റെ കണ്ടിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൊരു സൈഡ് എടുത്ത് വരക്കാൻ പോവാ കേട്ടോ. ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, വേണ്ട, ഒരു സൈഡ് ഇതാണെന്ന് വിചാരിക്കുക. ഇതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്ത് വരക്കട്ടെ. റൗണ്ട് ചെയ്ത ഭാഗം, ഈ റൗണ്ട് ചെയ്ത ഭാഗം മാത്രം, ഇത് O ആണെന്ന് വിചാരിച്ചിട്ട്, സെന്റർ O ആണെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം മാത്രം ഞാൻ എടുത്ത് വരക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ആ ഭാഗം മാത്രം എടുത്ത് വരക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്ത, ദാറ്റ് ഈസ് നമ്മുടെ ആ ഭാഗം മാത്രമാണ് എടുത്ത് വരുന്നത്. ട്രയാങ്കിൾ അല്ല, അതിന്റെ അകത്ത സെന്ററിന്ന് ഓക്കെ O എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഞാൻ വരക്കാണ്. ഓക്കെ, അപ്പൊ ഈ സെന്ററിന്ന് O, അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? ഇതായിരുന്നു നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. ട്രയാങ്കിൾ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ആ സെന്ററിന്ന് O ഉള്ള ഭാഗമാണ് വരച്ചിട്ടുള്ളത്. ഈ സൈഡുകളൊക്കെ എല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ സൈഡ് എല്ലാണ്, ഈ സൈഡ് എല്ലാണ്, ഈ സൈഡ് എല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് L/2 അല്ലേ? ഇത് ടോട്ടൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 30 ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ലെങ്ത് X ആണെന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ sin 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? sin 30 എന്ന് പറയുന്നത് X / L/2 ആണ് അല്ലേ? L/2. അപ്പൊ X എത്രയായിരിക്കും? അല്ല, tan 30 അല്ലേ വരിക? സോറി, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പൊ tan 30 എന്ന് എടുക്കുക. ഓക്കെ, tan 30 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാമോ? tan 30 എന്ന് പറയുന്നത് നമുക്ക് 1/√3 അല്ലേ? ഓക്കെ, 1/√3 into L/2 ഈക്വൽ ടു X. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X എന്ന് പറയുന്നത് L/2√3 ആണെന്ന് മനസ്സിലായി. L/2√3. അപ്പൊ X L/2√3 ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് L/2√3 ഡിസ്റ്റൻസ് അകലെ സെന്ററിൽ O മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഞാൻ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് വരിക. അപ്പൊ ഇത് ഒരു കണ്ടക്ടർ മൂലം I കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ മൂലം ഇതിന്റെ എൻഡ് പോയിന്റ്, ഈ ആംഗിൾ എത്രയാണ്? ഈ കണ്ടക്ടറിന്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ, ഈ ആംഗിൾ θ1 ഈ ആംഗിൾ θ2 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഒരു ഫൈനൈറ്റ് കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ I കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ θ1, ഇതിപ്പോ എത്ര വരും ഇവിടെ? ടോട്ടൽ ഇത് 120 ആയതുകൊണ്ട് ഇത് 1660 അല്ലെ? 1660 അല്ലേ വരിക? ഇത് 60 വരും, ഇത് 60 വരും. ഓക്കെ, നമ്മൾ എന്താണ് ഇത് മൂലം, ഇതിപ്പോ L/2√3 ആണ്. ഈ ലെങ്ത് നമുക്ക് L/2√3 ആണെന്ന് ക്വസ്റ്റ്യനിൽ കിട്ടി അല്ലെ? L/2√3 ഇങ്ങനെയാണ് കിട്ടിയത്, L/2√3. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഞാൻ തുടക്കേ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു. ദാറ്റ് ഈസ് μ0I / 4πr. 4π into r ഇപ്പൊ എത്രയാണ്? ഈ r ഡിസ്റ്റൻസ് അകലെ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് L/2√3 ആണ്. ഇതാ ഈ ഡിസ്റ്റൻസ് L/2√3 ആണെന്ന് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് L/2√3.
2√3 into sin theta 1 plus sin theta 2. That is sin 60 plus sin 60. Okay. That is എത്ര വരും? 2√3 into ലേക്ക് വരിക 2√3 into mu 0 I divided by 4 pi L into sin 60 വാല്യൂ √3/2. അപ്പൊ 2 sin 60 ഉണ്ടാവുമ്പോ 2 √3/2 അല്ലേ? അപ്പൊ 2 2 വെട്ടിപ്പോയി. അപ്പൊ എത്ര വരിക? √3 എത്ര വരും? 3 വരും അല്ലേ? അപ്പൊ 3 into mu 0 I by 4 pi L അല്ലേ? അപ്പൊ നമുക്ക് അത് അപ്പൊ ഇവിടെ 3 into 6 into mu 0 I by 4 pi L വരും. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 6 mu 0 I divided by 4 pi L എന്നാ വരിക. ഇത് ഒരു സൈഡ് മൂലം ഉണ്ടാവുന്നല്ലേ? ഒറ്റ സൈഡ് മൂലം ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. അപ്പൊ 3ന്റെ കൂടി ആഡ് ചെയ്യുമ്പോൾ 3 into 6 mu 0 I divided by 4 pi L. അപ്പൊ mu 0 divided by 3 into 6 18 വരും. അപ്പൊ 18 I divided by 4 pi L വരും. അപ്പൊ ആൻസർ ഏതാ വരിക? സി. ആൻസർ ഏതാ വരിക? സി. ഇങ്ങനെ നിങ്ങൾക്ക് പലതിൻ്റെതും കാണാം കേട്ടോ. ഞാനിപ്പോ ഇത് ട്രയാങ്കിളിന്റെ മാത്രം നമ്മളിവിടെ ചെയ്തു എന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയറിന് എടുത്ത് കാണാം. അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഒരു നിങ്ങളൊരു സ്ക്വയറിന് ഇത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഒരു സൈഡിന്റെ മാത്രം ഇങ്ങനെ വരച്ചിട്ട് കാണും. ഓക്കെ. ഒരു സ്ക്വയറിന്റെ സൈഡ് നമുക്ക് L ആണെങ്കിൽ ഇത് L. ഓക്കെ. അങ്ങനെ നമുക്ക് ഈ ആംഗിൾ സ്ക്വയറിന് ഇതെല്ലാം ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് 45, ഇത് 45. ഓക്കെ. എന്നിട്ട് അത് ഇട്ടിട്ട് നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കാം. ഈ ലെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ L/2 ആയിരിക്കും. ഇത് ഇത്രയും ലെങ്ത്തിന്റെ പകുതിയല്ലേ വരിക? 3L/2 അല്ലേ വരിക? ഈ ലെങ്ത് L/2. എന്നിട്ട് നിങ്ങൾക്ക് mu 0 I divided by 4 pi R വരെ L/2 കൊടുക്കുക. sin 45 plus sin 45 അല്ലേ? ഇങ്ങനെ വരും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 സൈഡില്ലേ? അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിന്റേതും കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എത്രയാണ്? സി ആണ് വരിക. ഓക്കെ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. ആംബിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോ പറയുന്നത് ഇന്റഗ്രൽ നമ്മൾ പറഞ്ഞു. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I ആണെന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I. അപ്പൊ 2 വയേഴ്സ് വിത്ത് കറണ്ട് 2 ആംപിയർ ആൻഡ് 1 ആംപിയർ are enclosed in a circular loop. Another wire with current 3 ampere situated outside the loop as shown. Integral B dot TL കാണാനാണ്. നിങ്ങൾ എപ്പോഴും ഈ കറണ്ട് മൂലമുള്ളതെന്ന് പറയുന്നത്, ഈ I എന്ന് പറയുന്നത് I എൻക്ലോസ്ഡ് ആണ്, ആ ലൂപ്പിനകത്തുള്ളതാണ്. അപ്പൊ ഈ പുറത്തുള്ളതിനെ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. ഈ പുറത്തിലൂടെ ഒരു കറണ്ട് പോകുന്നില്ലേ 3 ആംപിയർ, അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ഈ പുറത്തിലൂടെ പോകുന്ന ഈ കറണ്ട് ഉണ്ടല്ലോ, അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ട. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദ mu 0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ്. ഇറ്റ് ഈസ് ദ mu 0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mu 0 ടൈംസ് കറണ്ട് ആ ലൂപ്പിനകത്തുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ലൂപ്പിനകത്തില്ലാത്തത് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് mu 0 ഇൻറ്റു ലൂപ്പിനകത്തുള്ളത് ഏതൊക്കെ കറണ്ട്? 2 ആംപിയർ ഉണ്ട്, പക്ഷെ ഒന്ന് റിവേഴ്സ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പൊ 2 + -1 എന്ന് കൊടുക്കണം കറണ്ട് കാണണമെങ്കിൽ. അതായത് ഒന്ന് മുകളിലോട്ടാണ് കറണ്ട്, ഒന്ന് അകത്തുള്ള, ഒന്ന് താഴത്തോട്ടുമാണ് കറണ്ട് എന്നിട്ടുള്ളത്. ഓക്കെ. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് കാണാൻ നിങ്ങൾ ആഡ് ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് എടുത്തിട്ട് താഴത്തുള്ളതൊക്കെ എന്തെടുക്കുക? നെഗറ്റീവ് എടുക്കുക. ഓക്കെ. അപ്പൊ 2 + -1 അപ്പൊ എത്ര വരിക? mu 0 എന്നല്ല വരിക. 2 - 1 എന്താ വരിക? mu 0. പുറത്തുള്ള നിങ്ങൾ എടുക്കണ്ട. കറണ്ട് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് mu 0 ടൈംസ് I എൻക്ലോസ്ഡ് ആണ്. എൻക്ലോസ്ഡ് ആ ലൂപ്പിനകത്തുള്ളത് മാത്രം എടുത്താൽ മതി. ഓക്കെ. ഇനി ലൂപ്പിനകത്തുള്ളതിൽ തന്നെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അപ്വേർഡ് ഉള്ളതൊക്കെ ആഡ് ചെയ്യുക, ഡൗൺവേർഡ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ.
അപ്പൊ μ0 എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഒരു സോളിനോയിഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സോളിനോയിഡിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. എ ക്ലോസ്ലി ബൗണ്ട് സോളിനോയിഡ് 80 centimeter long has 5 layers of winding of 400 turns each. The diameter of the solenoid തന്നിട്ടുണ്ട്. If the current carried is 8 ampere, magnitude of B inside the solenoid near the center will be. നമ്മൾ സോളിനോയിഡ് പഠിച്ചപ്പോ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒന്ന് സെൻട്രൽ റീജിയനിൽ കാണാൻ μ0 ni എന്ന് വെച്ചു, രണ്ട് എൻഡ് പോയിന്റിൽ കാണാന് μ0 ni/2. ഇവിടെ നമ്മൾ നിയർ ദ സെന്റർ അല്ലേ ചോദിച്ചിട്ടുള്ളത്, അപ്പൊ സെൻട്രൽ റീജിയൻ ആണ്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? B = μ0 ni. ഓക്കെ, ഇനി നമുക്ക് μ0 കണ്ടുപിടിക്കാം. μ0 എന്ന് പറയുന്നത് μ0 കണ്ടുപിടിക്കല്ല, μ0ന്റെ വാല്യൂ നമുക്ക് അറിയാം. നമുക്ക് μ0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4π × 10⁻⁻7 ആണ് μ0ന്റെ വാല്യൂ. എന്നിന്റെ വാല്യൂ എത്രയാണ്? ഇങ്ങോട്ട് നോക്കുക, ഇവിടെ 5 ലേയേഴ്സ് ഉണ്ട്, ഓരോ ലേയേഴ്സിലും 400 ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 5 × 400 എത്ര വരും? 2000 അല്ലേ? അപ്പൊ ടോട്ടൽ 2000 ടേൺസ് ഉണ്ട്. 5 ലേയേഴ്സ് ഉണ്ട്, പോരാഞ്ഞ് ഓരോ ലേയേഴ്സിലും 400 ടേൺസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ടേൺസ് ഉണ്ട്? 2000. 400 × 5 ഡിവൈഡഡ് ബൈ ഈ സ്മോൾ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. ക്യാപിറ്റൽ N/L ആണ് സ്മോൾ എൻ. ഓക്കെ, ക്യാപിറ്റൽ N/ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ് സ്മോൾ എൻ എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ എൻ നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 80 centimeter. ദാറ്റ് ഈസ് 80 × 10⁻². ഓക്കെ, അപ്പൊ μ0 എഴുതി, n എഴുതി. അടുത്ത നമുക്ക് വേണ്ടത് I ആണ്. I ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 8 ampere. ഓക്കെ, 8. അപ്പൊ ഈ 8ഉം വെട്ടിപ്പോയി. ഓക്കെ, ഇവിടെ 10⁻⁻1 ഉണ്ടാവും, ഇത് മുകളിൽ പോകുമ്പോൾ സോ 8π × 10⁻³ എന്ന് വരും. അപ്പൊ ഏതാ വരിക ആൻസർ? എ. ആൻസർ വരിക എ. μ0 ni എന്നുള്ള ഫോർമുല അപ്ലൈ കേട്ടോ. അതിൽ ഓർത്തിരിക്കുക, സ്മോൾ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്, ക്യാപിറ്റൽ N/L. ക്യാപിറ്റൽ N കാണണമെങ്കിൽ എത്ര ലേയേഴ്സ് ഉണ്ട് അത്രയും ലേയേഴ്സിലുള്ള ഓരോന്നിലുള്ള നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കുറച്ച് തിയറിയിലേക്ക് വരാം. അപ്പൊ ഇനി അടുത്ത ചാർജ്ഡ് പാർട്ടിക്കിൾസിലേക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് നമുക്ക് അതിന്റെ തിയറിയും കൂടെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അതായത് നമ്മള് ഇനിയിപ്പോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാല് അതിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് തിയറിയിലേക്ക് വരാം. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനാണ് QVB sin θ എന്ന് പറയുന്നത്. F = Q × V × B. F = Q × V × B. ഓക്കെ, F = Q × V × B. QVB sin θ. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണെന്ന് എല്ലാവരും ഓർത്തിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാല് അതിന്റെ സെന്റർ പിറ്റിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതിങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാല് അതിൽ 2 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. ഒന്ന് mv²/r, അതിന്റെ 2 അതില് QVB sin θ. ഓക്കെ, ഇത് രണ്ടും നമുക്ക് sin θ, θ 90 ആയതുകൊണ്ട് sin 90 1 ആയി പോകും. ഓക്കെ, അപ്പൊ mv²/r = QVB എന്നുള്ള കണ്ടീഷൻ അറിഞ്ഞിരിക്കാം. ഇതാണ് സൈക്ലോട്രോൺ. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വെറും മാഗ്നറ്റിക് ഫീൽഡ് പ്രവേശിച്ചുകൊണ്ട് കാര്യമില്ല, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ പ്രവേശിക്കണം. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രവേശിച്ചു കഴിഞ്ഞാല്, ഓക്കെ, പ്രവേശിച്ചു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ആ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യും.
അപ്പൊ ഉണ്ടാവുന്ന ഫോഴ്സ് mv²/r=qeb. അപ്പൊ റേഡിയസ് ഓഫ് റൊട്ടേഷൻ അതായിരിക്കും. അപ്പൊ ടൈം പീരീഡ് നമുക്ക് അതിന് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πm/qb ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസി കാണാൻ ഇത് തിരിച്ചിട്ടാൽ മതി. ദാറ്റ് ഈസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതിന്ന് v²=qbr/m എന്നൊക്കെ എഴുതാം. ഓക്കെ, എന്നിട്ട് ഹാഫ് mv² കണ്ടുപിടിച്ചാൽ മതി. ഹാഫ് mv² എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് mv² എന്ന് പറയുന്നതാണ് എന്ത് വരിക? കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് q²b²r²/2m. ഈ ഇക്വേഷൻ ആണ് നമ്മൾ സൈക്ലോട്രോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്ലോട്രോണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ തന്നെ ഇതാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം സൈക്ലോട്രോണിൽ ഈ ആവശ്യമുള്ള ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. യെസ് കേൾക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അയാളുടെ എന്ത് ചെയ്യാ? അയാൾ നല്ലൊരു ഫോണിലൊരു സൗണ്ട് ഒക്കെ കൂട്ടുക. ഓക്കെ, കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സൈക്ലോട്രോണിലുള്ള നമ്മുടെ സൈക്ലോട്രോണിന്റെയും ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് പ്രവേശിക്കുമ്പോൾ ഉള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഞാനിപ്പോ 2 കേസുകളാണ് പറഞ്ഞത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറിൽ പ്രവേശിക്കുമ്പോഴാണ് ഇത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഇനി അതല്ലാത്ത കേസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് അതേ ഡയറക്ഷനിൽ v വെലോസിറ്റിയിൽ വന്നു. അപ്പൊ എന്താ സംഭവിക്കുക? പെർപെൻഡിക്കുലറിൽ വന്നാൽ റൊട്ടേറ്റ് ചെയ്യും. പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാലോ? അപ്പൊ നമുക്കറിയാം F=qvb/sin θ അല്ലേ? അപ്പൊ തീറ്റ എത്രയായി? വിക്കും ബിക്കും അടക്കമുള്ള ആംഗിൾ θ 0 ആയി. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല? അത് റൊട്ടേറ്റ് ചെയ്യാൻ നിൽക്കൂല. അത് അതേപോലെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നറ്റിക് ഫീൽഡ് മൂലം പുതിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാര്യം എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് qvb/sin θ 0 ആണ്, വിക്കും ബിക്കും അടക്ക്. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വിയും ബിയും പെർപെൻഡിക്കുലർ ആയി വെച്ചു, പിന്നെ വിയും ബിയും പാരലൽ ആയിട്ട് വെച്ചു. ഇനി അടുത്തൊരു കേസാണ്, ബി ഇങ്ങനെ നിൽക്കുകയാണ്, വി ഇങ്ങനെ വരുന്നു. അതായത് അവക്കിടയിൽ 90 ഡിഗ്രി അല്ല, പാരലലും അല്ല, ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴുള്ള കേസാണ് നമ്മള്. അപ്പൊ നമുക്ക് വി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് 2 കമ്പോണന്റ്, ബി ഇതാണ് അല്ലെ? അപ്പൊ ഇതാണ് വി. അപ്പൊ വി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് 2 കമ്പോണന്റ് ഉണ്ട്, വി കോസ് തീറ്റ ഉണ്ട്, വി സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ ഈ ഇതിന് പാരലൽ കമ്പോണന്റ് കൊണ്ട് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാര്യം മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയി കഴിഞ്ഞാൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാത്രം മൂലം എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, പാരലൽ കമ്പോണന്റ് മൂലം അത് വരുന്ന ഡയറക്ഷൻ തന്നെ മുന്നോട്ട് പോകും. കാര്യം പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വരുന്ന ഡയറക്ഷൻ തന്നെ മുന്നോട്ട് പോകാനാണ് നോക്കുക. ഓക്കെ, പക്ഷെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് മൂലം റൊട്ടേറ്റ് ചെയ്യാനും നോക്കും. അപ്പം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോഴുള്ള കണ്ടീഷനാണ് വസ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹെലിക്കൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, ഹെലിക്കൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിരിക്കുക. അപ്പൊ അതായത് 3 കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ചാർജ്ഡ് പാർട്ടിക്കിളിന് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വരുന്നു. 2, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. 3, അറ്റ് ആൻ ആംഗിൾ തീറ്റ വരുന്നു, 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും. അപ്പോൾ പാരലൽ ആയിട്ട് വരുമ്പോൾ ഒരു ഇഫക്റ്റും ഇല്ല, ഫോഴ്സ് 0 ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അറ്റ് ആൻ ആംഗിൾ തീറ്റ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹെലിക്കൽ പാത്ത് സ്വീകരിക്കുന്നു. ഈ 3 കണ്ടീഷന് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടോ. അപ്പൊ 3 കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. ഇനി അപ്പൊ ഈ ഹെലിക്കൽ പാത്തിന്റെ റേഡിയസ്, പിന്നെ ടൈം പീരീഡും ഫ്രീക്വൻസി ഒക്കെ സർക്കുലർ പാത്തിലുള്ള തന്നെ ഉണ്ടാവുക. ഓക്കെ, സർക്കുലർ മോഷൻ ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ട്. പക്ഷെ പിച്ച് എന്ന് പറയുന്നത് ഒരു സംഗതിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിച്ച് എന്ന് പറയുന്നത് ഹെലിക്കൽ മോഷനിൽ
പിച്ച് എന്താണ്? പിച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങോട്ട് നോക്കുക, ഒരു ടൈം പീരീഡില് ഓക്കെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു ടൈം പീരീഡിൽ എത്ര ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ട്രാവൽ ചെയ്യുന്ന, ഫ്രണ്ടിലോട്ട് കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ആ പിച്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിച്ച് കാണാനുള്ള ഹെലിക്കൽ പാത്തിന്റെ പിച്ച് കാണാനുള്ള ഇക്വേഷന് ഓർത്ത് വെക്കുക. ഓക്കെ, ടൈം പീരീഡും ഫ്രീക്വൻസി ഒക്കെ നമ്മൾ സർക്കുലർ സൈക്ലോട്രോണിൽ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാം കോമൺ ആണ്, അപ്പൊ അത് ഓർത്തിരിക്കട്ടോ. അപ്പൊ സൈക്ലോട്രോണിൽ നമുക്ക് അതേ ഫോർമുലകൾ തന്നെ ഉപയോഗിക്കാം. സൈക്ലോട്രോണിൽ അപ്പൊ നമ്മൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങൾ പഠിക്കണ്ട. സൈക്ലോട്രോൺ നമ്മൾ സർക്കുലർ മോഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈം പീരീഡ്, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇക്വേഷനും സൈക്ലോട്രോൺ ഉപയോഗിക്കാം. അവിടെ നമ്മൾ എനർജിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സൈക്ലോട്രോണിന്റെ റേഡിയസ് കാണാനും ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ച റേഡിയസ്, നേരത്തെ പഠിച്ച ടൈം പീരീഡ്, നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാം ഉപയോഗിക്കട്ടോ. ഒന്നും മാറ്റി എഴുതാൻ നിൽക്കണ്ട, എല്ലാം സെയിം ആണ്. കാര്യം സർക്കുലർ മോഷനിലെ ഒരു അപ്ലിക്കേഷൻ മാത്രമാണ് സൈക്ലോട്രോൺ. ഓക്കെ, അപ്പൊ സർക്കുലർ മോഷനിൽ എന്തെല്ലാം ഇക്വേഷൻ നമ്മൾ പഠിച്ചോ അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട്. ഇനി നമുക്ക് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാർജ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഐ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ, എൽ ലെങ്ത് ഉള്ള, ഓക്കെ, എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഐ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = ILB sin θ ആണ്. F = ILB sin θ. അത് ഓർത്തിരിക്കുക, F = ILB sin θ. ഓക്കെ, അപ്പൊ അതാണ് ഓർത്തിരിക്കേണ്ടത്, F = ILB sin θ. ഓക്കെ, അപ്പൊ F = ILB sin θ ആണ്. അതുപോലെ ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഒരു കണ്ടക്ടറിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന, ഇപ്പൊ നിങ്ങൾക്കൊരു ഇങ്ങോട്ട് നോക്കാം, ഞാനൊരു ഏരിയ ഉള്ള ഒരു ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോർക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ ഏരിയ വെക്ടർ എ ആണെന്ന് വിചാരിക്കുക. ഏരിയ വെക്ടർ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഏതൊരു സർഫസിനും ഏരിയ വെക്ടർ എന്ന് പറയുന്നത് സർഫസിന്. അപ്പൊ ഇതിന്റെ ഏരിയ, ഇതിപ്പോ സർക്കുലർ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² എന്നാണ് ഏരിയ, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ഏരിയ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സോളിനോയിഡൽ കണ്ടക്ടർ എടുത്തോളൂ. ഓക്കെ, ഇതിന്റെ ഒരു പർട്ടിക്കുലർ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ ഏരിയ ആണല്ലോ വരുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? എ. ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? N. ഓക്കെ, അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് NIAB sin θ ആയിരിക്കും. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. അപ്പൊ അതിൽ ഏരിയ എന്ന് പറയുന്നത് ആ സർക്കുലർ ക്രോസ് സെക്ഷന്റെ ഏരിയ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സർക്കുലർ ക്രോസ് സെക്ഷന്റെ ഏരിയ ആണ് ഓർത്തിരിക്കുക. അപ്പൊ ഒരു സോളിനോയിഡ് പിന്നെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലില്, ഏത് കോയിലാവട്ടെ, ഇപ്പൊ റെക്ടാങ്കുലർ കോയിലാണെങ്കിൽ നമുക്ക് റെക്ടാങ്കുലർ കോയിലിന്റെ ഏരിയ എടുത്താൽ മതി. ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കോയിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കോയിൽ എന്നുണ്ടെങ്കിൽ ഈ റെക്ടാങ്കുലറിന്റെ ഏരിയ വരിക. ഓക്കെ, അപ്പൊ ഏതൊരു കോയിലും ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? NIAB sin θ. ഈ NIABക്കാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്? അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് അറിയാമെങ്കിൽ നമുക്ക് NIAക്കാണ് നമ്മള് NIA, അതിനാണ് നമ്മൾ എന്ത് പറയണത്? M എന്ന് പറയുന്നത്. നിയ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇതാണ് എന്ത്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് വെച്ച് എന്തായാലും പ്രോബ്ലം ചോദിക്കട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് NIA എന്നുള്ളത് പെട്ടെന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെന്റ് NIA ആണ്. ടോർക്ക് എന്ന് പറയുന്നത് M × B, ദാറ്റ് ഈസ് MB
sin theta. അത് രണ്ടും ഓർത്തിരിക്കുക. നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാനുള്ള ഫോർമുലയും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പിന്നെ ഏതൊരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെയും ഓക്കെ, ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പം ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റേ പൊട്ടൻഷ്യോമീറ്റർ ബ്രിഡ്ജ് ഒക്കെ എക്സ്പെരിമെന്റ് പരീക്ഷയൊക്കെ ചെയ്ത് കാണുമല്ലോ, അതിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ ഉപയോഗിക്കൂലേ കറണ്ട് പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട്, അതിനെ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയാം. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗാൽവനോമീറ്റർ അല്ലേ, അതിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് NBA/K ആണ്. NBA/K. അതിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് NBA/KR ആണ്. N എന്ന് പറയുന്നത് അതിലുള്ള കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ്, B എന്ന് പറയുന്നത് അതിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, A എന്ന് പറയുന്നത് അതിലുള്ള കോയിൽ, അതിൽ കോയിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിനൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ഉണ്ടാവും, അതിന്റെ ഏരിയ ആണ്. K എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്, ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. ഇനി ആ കോയിലിന്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗാൽവനോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിലിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഇനി നമുക്ക് ആ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, അതിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ആ ഷണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ആ ഷണ്ട് കാണാനുള്ള ഒരു ഗാൽവനോമീറ്ററിന്, ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എത്ര ഷണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് S=IgG/I-IT. അവിടെ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലേക്ക് വരാവുന്ന കറണ്ട്. ഓക്കെ, I എന്ന് പറയുന്നത് മെയിൻ സർക്യൂട്ടിലെ കറണ്ട്. അപ്പൊ നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം കറണ്ട് ഷണ്ടിലേക്ക് പോകും, ഒരു ഭാഗം കറണ്ട് ഗാൽവനോമീറ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ആ ഗാൽവനോമീറ്ററിലേക്ക് പോകുന്ന കറണ്ടാണ് IG. ആ മെയിൻ സർക്യൂട്ടിൽ നിന്ന് വരുന്ന കറണ്ടാണ് I. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക, ഷണ്ട് റെസിസ്റ്റൻസ് എത്ര പാരലായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള. ഇനി അടുത്തത് നമ്മള് ഇങ്ങോട്ട് നോക്കുക, നമ്മളൊരു റെസിസ്റ്റൻസ്, ഓക്കെ, നമ്മളൊരു റെസിസ്റ്റൻസ് R, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഗാൽവനോമീറ്ററുമായിട്ട് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം. അപ്പൊ ആ R കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ദാറ്റ് ഈസ് V/IG മൈനസ് ക്യാപിറ്റൽ G. ഓക്കെ, അപ്പൊ എത്ര വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ള, എത്ര വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് B. ഓക്കെ, IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറണ്ട്, G എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോർമുലയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. എന്താണ്, അതായത് നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം, ആ ഷണ്ടിന്റെ വാല്യൂ എത്ര, അതൊരു ഫോർമുല, അതവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട്മീറ്റർ ആക്കണമെങ്കിൽ നമ്മളൊരു സീരീസ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ R എത്രയാണ്, ക്യാപിറ്റൽ R. ആ രണ്ട് ഫോർമുലയാണ് അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗത്തു നിന്നുള്ള പ്രോബ്ലങ്ങൾ ചെയ്ത ശേഷം ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇത്ര ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാനുള്ള പ്രോബ്ലം എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ക്വസ്റ്റ്യൻ നമ്പർ 8 എല്ലാവരും ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് വരിക. പെട്ടെന്ന് തന്നെ 8 ഒന്ന് ചെയ്ത് മാർക്ക് ചെയ്തേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പേർക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല, പേര് പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചല്ല. ഇല്ല ഇല്ല ഇതിന് രഞ്ജിതനെ പറഞ്ഞ 20 അങ്ങനെയായിട്ട് എടുത്താല് പടി ഹീറ്റ് ആവുമ്പോൾ ഇവിടെ പ്രിന്റർ വേറെ ഇല്ല. ഇതേ ഉള്ളൂ. ഞാൻ ഒരു പ്രിന്റർ ഇതിനു മുമ്പ് ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ട് ഉണ്ടോ, എത്തിച്ചു ഞാനിവിടെ. അവിടെ ഉണ്ട് പ്രിന്റർ. അന്ന് ആ പ്രിന്റർ യൂസ് ചെയ്താൽ
HP ന്റെ അല്ലേ? അത് നല്ലതാ. ലാപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് എടുത്താൽ മതി. സാറേ അതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നെ. യെസ്, ഏതാണ് വെലോസിറ്റി? എല്ലാവരും സി ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? സി 3 × 10⁻³ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ നമ്മൾ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്, ഇത് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്സിഡന്റലി ഇവിടെ കയറി വന്നതാണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ട് എന്തൊരു C = E/V അല്ലെ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന കേസ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന കേസിൽ C = വെലോസിറ്റി എന്ന് പറയുന്നത് E/V ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് C = CB ആണ്. ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ എന്താണ് സിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡിന് ചിക്കൻ ബിരിയാണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ? എത്രയാണ്? സി ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി സി ആവണമെന്നില്ല, അതൊരു മീഡിയത്തിലാവുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. സി എത്രയാണ്? 2 × 10⁻³ ഇൻറ്റു ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 1.5. ദാറ്റ് ഈസ് 2 × 1.5 എത്ര? 3 × 10⁻³. ഓക്കെ, അപ്പൊ 3 × 10⁻³ ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇതിൽ വേറൊരു സംഗതി ഉള്ള ഇതാണ്, നമ്മളിപ്പം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ഓക്കെ 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 അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് ഓടി വരുന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫോഴ്സ് മൂലം അതിന് ഇങ്ങോട്ട് പോകാൻ തോന്നും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഡയറക്ഷൻ. അപ്പൊ ഡിഫ്ലക്ട് ചെയ്യാതെ നേരെ പോകണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഈ മുകളിലേക്കുള്ള ഫോഴ്സും താഴത്തേക്കുള്ള ഫോഴ്സും എന്താവണം? ഈക്വൽ ആവണം. അപ്പൊ മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഓക്കെ, താഴത്തേക്ക് പോയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് QVB ആണ്. അപ്പൊ ക്യൂവും വെട്ടിപ്പോയി. അപ്പൊ V = E/V. അപ്പൊ ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി E/V ആണ് നമുക്ക് എത്താം. അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെയും അത് ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രോട്ടോൺ, എ ഡ്യൂട്രോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ടു എ ഫീൽഡ് വിത്ത് സെയിം വെലോസിറ്റി. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ ഉണ്ട്, ഡ്യൂട്രോൺ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ആൽഫ പാർട്ടിക്കിൾ. എൻ്റർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു വിത്ത് സെയിം വെലോസിറ്റി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ? അപ്പൊ നമ്മൾ സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും, ഏതൊക്കെ പറഞ്ഞത്? പ്രോട്ടോണ്, ഡ്യൂട്രോണ്, ആൽഫ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. പ്രോട്ടോണ്, ഡ്യൂട്രോണ്, ആൽഫ, ഈ 3 പാർട്ടിക്കിളും സെയിം ഫീൽഡിലേക്ക് കയറി വന്നു കഴിഞ്ഞാല് ആർക്കാണ് അവരുടെ റേഡിയസിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാ ചോദ്യം. ഓക്കെ, റേഡിയസിന്റെ ചോദ്യം. അതായത് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1h1 ആണെന്ന് നോക്കുക, ഡ്യൂട്രോൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷിയം 1h2 ആണെന്ന് നോക്കുക, ഹീലിയം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണെന്ന് ഓർക്കുക, ദാറ്റ് ഈസ് 2He4. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതിന്റെ റേഡിയസിനെ നമ്മൾ പഠിച്ചത് എന്താണ് പഠിച്ചത്? MV/QB ആണല്ലേ? MV/QB.
അപ്പൊ സെയിം മാഗ്നറ്റിക് ഫീൽഡില് സെയിം വെലോസിറ്റിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ആർ എന്തിന് പ്രൊപ്പോർഷണലാണ്? ആറ് പിന്നെ m/qക്ക് പ്രൊപ്പോർഷണലാണ്. മാസ് പെർ ചാർജ് നോക്കിയാൽ മതി. കാര്യം വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡും എല്ലാത്തിനും സെയിം ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഓരോന്നിന്റെയും നോക്കാം. നമുക്ക് ഹൈഡ്രജന്റെ ഇതിന്റെ m/q എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഹൈഡ്രജന്റെ എടുത്തു കഴിഞ്ഞാല് അതിന്റെ മാസ് m ആണ്, ഡിവൈഡർ ബൈ അതിന്റെ ചാർജ് ഒരു ഇലക്ട്രോണിക് ചാർജ് ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ ഹൈഡ്രജന്റെ ഡബിൾ ആണ്, 2m ആണ്, ഡിവൈഡർ ബൈ അതിന്റെ ചാർജ് നമ്പർ 1 ആയതുകൊണ്ട് EN വരത്തുള്ളൂ. ഇനി ഹീലിയം ന്യൂക്ലിയസിന് മാസ് നമ്പർ 4 ആണ്, അപ്പൊ 4m വരും, ഡിവൈഡർ ബൈ ആറ്റോമിക് നമ്പർ 2 ആണ്, അപ്പൊ ചാർജ് 2e വരും. ഓക്കെ, ഇതിൽ m/v m/e ഒക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാല് 1:2:2 എന്ന് വരും. 1:2:2 ഒരാളോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1:2:2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ റേഡിയസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ. അത് എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്തേ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്യാം. ചെയ്തിട്ട് ആൻസർ ഒന്ന് ടിക്ക് ചെയ്യാം. ഇൻ ZY പ്ലെയിൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ ചാർജ് വരുന്നുണ്ട്. ചാർജ് 2 മീറ്റർ പെർ സെക്കൻഡ് എലോങ് എക്സ് ആക്സിസ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് എലോങ് എക്സ് ആക്സിസ് ആണ് അല്ലെ. അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്താം? നമുക്ക് 2i ക്യാപ്പ് എന്ന് എഴുതാം അല്ലെ. വെലോസിറ്റിക്ക് നമുക്ക് എന്ത് എഴുതാം? 2i ക്യാപ്പ് എന്ന് എഴുതാം. കാര്യം എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിക്ക് നമ്മൾ 2i ക്യാപ്പ് ഡയറക്ഷൻ. ബി തന്നിട്ടുണ്ട് i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. ഓക്കെ, ചാർജ് Q ആണ്. നമുക്ക് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ അല്ല ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ എന്താണ്? Q ഇൻറ്റു V ക്രോസ് B എന്നാണ്. അപ്പൊ 2i ക്രോസ് നമ്മുടെ ഈ വെക്ടർ ഏതാണ്? i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. ഓക്കെ, ഇതില് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സെയിം ഉള്ള ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ 0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് Q ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു i ക്രോസ് j എന്ന് പറയുന്നത് 2 ഇൻറ്റു i ക്രോസ് i എന്ന് പറയുന്നത് 0 ആയി പോകും. ഇതിനെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം മൊത്തത്തില്. ഓക്കെ, ദാറ്റ് ഈസ് 2i ക്രോസ് 0 വരും, പ്ലസ് 2i ക്രോസ് 2j ക്യാപ്പ് എന്ന് പറയുന്നത് 4k ക്യാപ്പ് വരും, ആൻഡ് 2i ക്രോസ് k ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് 6j ക്യാപ്പ് എന്ന് വരും. മൈനസ് 6j ക്യാപ്പ് എന്ന് വരും. ഓക്കെ, അപ്പം മൈനസ് 6j ക്യാപ്പ്. അപ്പൊ നമുക്ക് ഫോഴ്സിൽ ഇപ്പൊ 2 കമ്പോണന്റേ ഉള്ളൂ. ദാറ്റ് ഈസ് 4i ക്യാപ്പ് മൈനസ് 6j ക്യാപ്പ്. ഈ i ക്യാപ്പ് എന്ന് പറയുന്നത് x ആണ്, j ക്യാപ്പ് എന്ന് പറയുന്നത് y ആണ് അല്ലേ. ഇതിൽ 2 കമ്പോണന്റ് അല്ലേ വരുന്നുള്ളൂ. അതിൽ ഏതൊക്കെ വരുന്നുള്ളൂ? ഇതില് എക്സും അല്ല i ക്രോസ് j ഫസ്റ്റത്തത്, ഫസ്റ്റത് 0, i ക്രോസ് j k ക്യാപ്പ് ആണല്ലേ വരുന്നത്. സോറി, ഇത് k ക്യാപ്പ് ആണ്, ഇത് k ക്യാപ്പ് ആണ്. അപ്പൊ ഇത് Z
അപ്പൊ കെ ക്യാപ്പ് ഇസഡ് പ്ലെയിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇസഡ് ആക്സിസും വൈ ആക്സിസും ആണ് ഏത് ആൻസറിൽ വരുന്നത്. ഓക്കെ, ഐ ക്രോസ് ജെ കെ ക്യാപ്പ് ആണ്. അപ്പോൾ ഇത് ഇസഡും വൈയും വരുന്നത് കൊണ്ട് ഇത് ഇസഡ് വൈ പ്ലെയിനിലായിരിക്കും. ഓക്കെ, ഈ ഫോഴ്സ് ഏത് പ്ലെയിനിലായിരിക്കും? ഇസഡ് വൈ പ്ലെയിനിലായിരിക്കും. ഇതിൽ ഇസഡ് കമ്പോണന്റും വൈ കമ്പോണന്റിന്റെയും ഡയറക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതൊരു ഇസഡ് വൈ പ്ലെയിനിലായിരിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഓൺ എ സ്റ്റേഷനറി ഇലക്ട്രോൺ. ഓൺ എ സ്റ്റേഷനറി ഇലക്ട്രോൺ. Then the electron. സ്റ്റേഷനറി ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ തന്നെ എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി ആണ്. ക്യൂ വി ബി സയന്റിസ്റ്റ് പഠിച്ചത് അല്ലെ. അപ്പൊ ഈ വി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എത്ര വരും? സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ വി സീറോ അല്ലേ, ഫോഴ്സ് സീറോ. ഫോഴ്സ് സീറോ ആണെങ്കിൽ പിന്നെ അവിടെ തന്നെ നിൽക്കും അത്. സോ റിമൈൻസ് സ്റ്റേഷനറി. അപ്പൊ ഏതാ വരിക? റിമൈൻസ് സ്റ്റേഷനറി. റിമൈൻസ് സ്റ്റേഷനറി. ഓക്കെ, റിമൈൻസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ ആണ്. നമ്മുടെ സ്റ്റേഷനറി ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ വെലോസിറ്റി സീറോ എന്ന് കൊടുക്കുക. അപ്പൊ ഫോഴ്സ് സീറോ ആയി. ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന സീറോ ആണെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് മൂവ് ചെയ്യില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത്. ഒരു ന്യൂട്രോണ്, ഒരു പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ എൻ്റർ എ റീജിയൻ of uniform magnetic field with the same velocities. The magnetic field A is perpendicular directed into the plane of the paper. The track of the particle labeled in the figure. The electron follows the track. Okay, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഒരു ഇലക്ട്രോണ്, ഒരു പ്രോട്ടോണ്, ഒരു ആൽഫ പാർട്ടിക്കിള്, ഒരു ന്യൂട്രോണ്, ഇത്രയും സാധനങ്ങൾ വരുന്ന പാത്താണ്. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇത് പെട്ടെന്ന് നോക്കിയിട്ട് ഒരാൾക്ക് പറയാൻ പറ്റും. അത് കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ഇലക്ട്രോണ് നെഗറ്റീവ് ആണ് അല്ലെ, ന്യൂട്രോണ് ചാർജ് ഇല്ല, പിന്നെ പ്രോട്ടോണ് പോസിറ്റീവ് ആണ്, ആൽഫ പാർട്ടിക്കിളിനും എന്താണ് ചാർജ്? പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് രണ്ടെണ്ണം ഈ ഡയറക്ഷനിൽ പോകും, നെഗറ്റീവ് ഈ ഡയറക്ഷനിൽ പോകും. ന്യൂട്രോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല? ന്യൂട്രോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഡിഫ്ലക്ട് ചെയ്യില്ല. ചാർജിൽ പാർട്ടിക്കിളെ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ വളരെ പെട്ടെന്ന് ആൻസർ ആയില്ലേ. അപ്പൊ ഏതായിരിക്കും ഇലക്ട്രോണിന്റെ പാത്ത്? ഡി ആയിരിക്കും. നമ്മളോട് ഇലക്ട്രോൺ ഫോളോസ് ദ പാത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിറ്റീവ് ഉള്ളതൊക്കെ ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, നെഗറ്റീവ് ഉള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ന്യൂട്രോണ് ചാർജ് ഇല്ല, അതുകൊണ്ട് അത് നേരെ പോകും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ? ഡി. ഓക്കെ, അത് പെട്ടെന്ന് നമുക്ക് ഐഡിയപരമായിട്ട് കണ്ടുപിടിക്കാവുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രോണ് പാത്ത് ഡി ആയിരിക്കും കേട്ടോ, പാത്ത് ഡി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എ വയർ ഈസ് പ്ലേസ്ഡ്. ഓക്കെ, എ വയർ ഈസ് പ്ലേസ്ഡ് between the poles of a two fixed bar magnets. Okay, between fixed bar magnet, a small current in wire into the plane of the paper. The direction of magnetic force on the wire is. Okay, അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ നോക്കേണ്ടത്, നമ്മുടെ ഇപ്പൊ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മൊബൈലിന്റെ അകത്തേക്കാണ് കറണ്ട് പോകുന്നത്. അവിടെ ഒരു ഇൻഡു മാർക്ക് ഇട്ട് കാണുന്നുണ്ടോ? ഓക്കെ, അതിന്റെ അർത്ഥം നോർത്ത് പോള് മുകളിലുണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ നോക്കുമ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള്. നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് ഫാദർ ആണ്, പിന്നെ നിങ്ങളുടെ ഫോർ ഫിംഗർ എന്താണ്? റൈറ്റ് ഹാൻഡിലാട്ടോ. ഫോർ ഫിംഗർ മദർ ആണ്, മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് മിഡിൽ ഫിംഗർ ചൈൽഡ് ആണ്, ദാറ്റ് ഈസ് കറണ്ട്. ഓക്കെ, ഫാദർ മദർ ചൈൽഡ് എന്ന് ഓർത്ത്
കറണ്ട് അകത്തോട്ട് പോകണം. റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മുടെ യെസ് പല ഡയറക്ഷനാണ് കാണിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ 4 ഫിംഗർ താഴത്തോട്ട്, മറ്റേത് അകത്തോട്ട്. അപ്പൊ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. നിങ്ങൾ വരക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. നിങ്ങള് അപ്പൊ നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അപ്പൊ എവിടേക്കാ വരിക? യെസ്. അപ്പൊ നേരെ ഈ നമ്മുടെ ലെഫ്റ്റിലേക്കാണ് വരിക. അപ്പൊ അത് ശരിക്കും പിടിച്ചു നോക്കാം. ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വെസ്റ്റ് എന്ന് കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചാൽ മതി. അവിടെ ആരോ മാർക്കല്ലേ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പം ഡയറക്ഷൻ കാണിക്കുക കേട്ടോ. അപ്പൊ കൈ എടുത്തിട്ട് നോക്കുക. കൈ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് തമ്പ്, മിഡിൽ ഫിംഗർ, പിന്നെ 4 ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിക്കുക. എന്നിട്ട് കറണ്ട് അകത്തോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലോട്ട് കറണ്ട് പോകുന്നതായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കുക. ഓക്കെ, നിങ്ങൾ മുന്നിലേക്ക് ഓടുന്ന ഡയറക്ഷനിൽ നിങ്ങൾ മിഡിൽ ഫിംഗർ പിടിക്കുക. ഓക്കെ, 4 ഫിംഗർ നേരെ താഴത്തോട്ട് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തമ്പ് എങ്ങോട്ടാന്ന് നോക്കുക. തമ്പ് എങ്ങോട്ടാന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങോട്ടാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നത് ഇങ്ങോട്ടാണ്. യെസ്. ഓക്കെ, ഇനി കുറെ ആൾക്കാർ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഡയറക്ഷൻ കറക്റ്റ് പിടിക്കാനിട്ടാണ്. ഓക്കെ, ശരിക്കും ഡയറക്ഷൻ പിടിച്ചു നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ അതിന്റെ തിയറിയിലേക്ക് വരേണ്ടി വരും. ഓക്കെ, നമ്മൾ പഠിക്കാൻ വിട്ടൊരു തിയറി ഞാൻ ഇവിടെ തന്നെ പറയാൻ പോവാണ്. അടുത്തതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറി. ഓക്കെ, നമ്മൾ 2 പാരലൽ കണ്ടക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അവക്കിടയിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും? ഓക്കെ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. 2 കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതിലായിട്ട് ഓക്കെ, അപ്പൊ കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവക്ക് μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πr. ഇതാണ് അവക്കിടയിലുള്ള ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു μ0 I1 I2 ബൈ 2πr ഇൻറ്റു എൽ ഉണ്ട്. ഫോഴ്സ് പെർ ലെങ്ത് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഓക്കെ ഓക്കെ, പിന്നെ വീണ്ടും ഒരാൾ 13 വൺസ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാതെ പോകുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ നോർത്ത് ഒന്നുമില്ല, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം? നോർത്ത് ടു സൗത്ത് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും, അത് നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ കറണ്ട് പിടിച്ചിരിക്കുന്നത്, കറണ്ട് എന്ന് പറയുന്നത് ആരോ മാർക്ക് ഇട്ടുകൊണ്ട് കാണിക്കുക, അകത്തോട്ടാ പോകുന്നത്. ഓക്കെ, ആരോ മാർക്കാ പോകുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് താഴത്തോട്ടാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കറണ്ട് അകത്തോട്ടാണ്. അപ്പൊ അതിനും പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് എന്ത് വരിക? എന്തിന്റെ ഡയറക്ഷൻ വരിക? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഇതല്ലേ വരിക? ഓക്കെ, മൂന്നും പെർപെൻഡിക്കുലർ ആവണം. കറണ്ട് അകത്തോട്ട് പെർപെൻഡിക്കുലർ, മാഗ്നറ്റിക് ഫീൽഡ് താഴത്തോട്ട്. ലെഫ്റ്റ് ഹാൻഡ് റൂള് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ റൂളുകൾ കറക്റ്റ് പഠിക്കാന്നുള്ള റൂളുകൾ ഏതൊക്കെ റൂളുകളാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു കണ്ടക്ടറിലൂടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉപയോഗിക്കാൻ തമ്പ് ചുറ്റി പിടിച്ച് കണ്ടുള്ള റൂള്. ഓക്കെ, ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും റൈറ്റ് ഹാൻഡ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത്.
ഫോഴ്സ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊണ്ടിരിക്കണേ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വിരൽ അതിനെ ചുറ്റിപ്പിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാഗ്നറ്റിക് ഫീൽഡില് ഫ്ലെമിങ്സിന്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒക്കെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കാം. നമ്മള് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. ഓക്കെ, QBB sin തീറ്റക്ക് നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ILB sin തീറ്റക്ക് നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള്. ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. നമ്മളെന്താ പഠിച്ചത്? ഒരു രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അവക്കിടയിലുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇതിൽ കൂടെ I1 പോകുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ I2 പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് μ0. അത് F = μ0 I1 I2 / 2πr ഇൻറ്റു L ആണ്. ഓക്കെ, ഇൻറ്റു L ആണ്. അപ്പൊ ഫോഴ്സ് പെർ ലെങ്ത് μ0 I1 I2 / 2πr ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അപ്പം ഇത് ഓർക്കേണ്ടത് കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും, കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? റിപ്പൾഷൻ ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ റിപ്പൾഷൻ ആയിരിക്കും. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 14. A and B are two conductors carrying current I in the same direction. X and Y, two electron beam moving in the same direction. Okay, then there will be എയും ബിയും സെയിം ഡയറക്ഷൻ അല്ലേ? അപ്പൊ എന്താണ് അവക്കിടയിൽ എന്താണ്? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് അട്രാക്ഷൻ ആയിരിക്കും. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ? എക്കും ബിക്കും ഇടക്ക് നമ്മൾ എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. അപ്പൊ എക്കും ബിക്കും അട്രാക്ഷൻ ആയിരിക്കും. ഇനി എക്സും വൈയും ഇലക്ട്രോൺസാ പോകുന്നത്. ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ രണ്ടും ഒരേ, കറണ്ടിന്റെ ഡയറക്ഷൻ ഇലക്ട്രോൺ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കറണ്ടിന്റെ എക്സിലും വൈയിലും കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്. ഇലക്ട്രോൺ അങ്ങോട്ട് പോകാൻ കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പൊ രണ്ടും ഇലക്ട്രോൺ പോകുന്നതായതുകൊണ്ട് രണ്ടിനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കറണ്ട്. അപ്പൊ എക്സിലും വൈയിലും കറണ്ട് ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ അതിനിടക്കും എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. സോ attraction between X and Y and then attraction between A and B. Okay, so C ആയിരിക്കും ആൻസർ. സെയിം ഡയറക്ഷനിൽ കറണ്ട് ആയി കഴിഞ്ഞാൽ അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. PQR are long straight wires in air carrying current I1 തന്നിട്ടുണ്ട്, കറണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്. ഫോഴ്സ് ഓൺ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഓൺ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോഴ്സ് ഓൺ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഫോഴ്സ് ഓൺ ക്യൂ എത്ര? ഞാൻ ചോദിക്കാണ്, നമ്മൾ എന്താണ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് പിയും ക്യൂവും ആറും നമുക്ക് ഫിഗറിൽ തന്ന പോലെയാണ്. ഓക്കെ, അപ്പം ഓക്കെ, ഇവിടെ പിയും ക്യൂ ആറും തന്നിട്ടുണ്ട്. നമ്മൾ ഫോഴ്സ് ഓൺ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഓൺ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഓൺ ക്യൂ തന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിൽ ഫോഴ്സ് ഓൺ ക്യൂ എന്ന് പറയുന്നത് ഈ ആറ് ഇതിനെ എന്ത് ചെയ്യുക? രണ്ടും ഈ ക്യൂവും ആറും എന്താണ്? റിപ്പൾഷൻ ആണോ അട്രാക്ഷൻ ആണോ? റിപ്പൾഷൻ അല്ലെ? ക്യൂലും ആറിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ റിപ്പൾഷൻ അല്ലെ? അപ്പൊ ഇത് ഈ ക്യൂ ആറ് എന്ത് ചെയ്യും? ആറ് ഇതിനെ ഇങ്ങോട്ട് റിപ്പൾ ചെയ്യും അല്ലെ? ആറ് ഇതിനെ അങ്ങോട്ട് റിപ്പൾ ചെയ്യും. അട്രാക്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് റിപ്പള്ളാ ചെയ്യാം അല്ലെ? കാര്യം എന്താണ്? ക്യൂലും ആറിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ ക്യൂലും പിയിലും കറണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് വലിക്കും, അട്രാക്ട് അല്ലേ ചെയ്യാം. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാ വരുന്നത്?
രണ്ട് ഫോഴ്സും ലെഫ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്കായിരിക്കും അതിന്റെ നെറ്റ് ഫോഴ്സ് അല്ലേ? ലെഫ്റ്റിലേക്കായിരിക്കും നെറ്റ് ഫോഴ്സ് വരിക. ആറ് റിപ്പിൾ ചെയ്യുന്നു ബിക്കോസ് ക്യൂവും ആറിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി ക്യൂലും പിയിലും കറണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് പി എന്ത് ചെയ്യും? ക്യൂവിനെ പിടിച്ച് വലിക്കുക ചെയ്യുക, അട്രാക്ട് ചെയ്യുക. അപ്പൊ രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പൊ ഓപ്ഷൻ നോക്കാം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, ടു ദ ലെഫ്റ്റ്. നെറ്റ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ഏതാ വരിക? എ. ആൻസർ ഏതാ വരിക? എ. എ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പഠിച്ചേ. മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് മൊമെന്റ് സിക്കൽ ടു NIA ആണെന്ന് പഠിച്ചു അല്ലെ? മാഗ്നറ്റിക് മൊമെന്റ് NIA. ടോട്ടൽ ടോർക്കാണ് നമുക്ക് കാണാൻ വേണ്ടത്. ടോർക്ക് കാണാൻ നിങ്ങളോട് ഞാൻ എന്താ പഠിച്ചിട്ടുള്ളത്? NIA സൈൻ തീറ്റ അല്ലെ? NIAB സൈൻ തീറ്റ. ടോർക്കിന് നമ്മൾ നേരത്തെ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു? ടോർക്ക് സിക്കൽ ടു NIAB സൈൻ തീറ്റ. ഇതില് NIA എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി M ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? MB സൈൻ തീറ്റ എന്ന് പഠിച്ചു. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് അല്ലെ? ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് ശരിക്കും വരിക. ഓക്കെ, സർക്കുലർ കോയിൽ ഓഫ് 20 ടേൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, placed in a uniform magnetic field normal to the plane of the coil. Okay, ഓക്കെ, നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറയുമ്പോൾ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ ഇതാണ് നിങ്ങളുടെ കോയിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ വരച്ചു കഴിഞ്ഞാല് ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 0.10 ടെസ്ല നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? ഏരിയ വെക്ടർ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഏരിയയുടെ ഡയറക്ഷൻ. ഇപ്പൊ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0. എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0. അപ്പൊ NIAB സൈൻ തീറ്റ എത്ര വരും? എക്കും ബിക്കും ഇടക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ദാറ്റ് ഈസ് തീറ്റ 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ സൈൻ 0 0 ആവും. അപ്പൊ ആൻസർ എത്ര വരും? 0. അപ്പൊ ക്വസ്റ്റ്യനിൽ പല പാരാമീറ്റേഴ്സും തരും. പക്ഷെ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പല ആൻസറുകൾ എഴുതി വെക്കുന്നതിന് പകരം നമ്മൾ ഈ പെർപെൻഡിക്കുലർ എന്നൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ തീറ്റ 90 ഡിഗ്രി അങ്ങോട്ട് തീരുമാനിക്കും. ക്വസ്റ്റ്യനിൽ വരുന്നൊരു പ്രശ്നമാണത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ എന്നൊക്കെ തരും. അപ്പൊ നമ്മൾ എന്ത് തീറ്റ 90 ആണെന്ന് അവിടെ തന്നെ തീരുമാനിക്കും. അങ്ങനെയല്ല, നമുക്ക് ഈ ഏരിയ ഇതിൽ ഏത് ആംഗിളുകളാണ്, ഏത് ഇതിനിടക്കുള്ള ആംഗിളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഡയഗ്രാം വരക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ദ ടോട്ടൽ ടോർക്ക് ഓൺ ദ കോയിൽ വിൽ ബി ദാറ്റ് ഈസ് 0. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 17. എ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 5 ohm. ഓക്കെ, ആൻഡ് എ ഫുൾ സീൽ ഡിഫ്ലക്ഷൻ. ഫുൾ സീൽ അല്ല, ഫുൾ സ്കെയിൽ ആയിരിക്കും കേട്ടോ. ഫുൾ സ്കെയിൽ ആയിരിക്കും. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ 15 milliampere. 15 milliampere. What resistance may be connected in series with enable read 1.5 volt. ഞാൻ ഗാൽവനോമീറ്റർ കൺവേർട്ടഡ് ഇൻറ്റു അമ്മീറ്ററും ഗാൽവനോമീറ്റർ കൺവേർട്ടഡ് ഇൻറ്റു വോൾട്ട്മീറ്ററും പഠിച്ചു. അപ്പൊ വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഇക്വേഷനാണ് പഠിച്ചത്? എത്ര റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്? V/IG - G. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ? നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഷണ്ട് റെസിസ്റ്റൻസ് കാണാൻ അമ്മീറ്റർ ആകുമ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. വോൾട്ട്മീറ്റർ ആകുമ്പോൾ സീരീസ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. വോൾട്ട്മീറ്റർ ആകുമ്പോൾ കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? അപ്പൊ എത്രയും നമുക്ക് വോൾട്ട്മീറ്റർ കാണേണ്ടത്?
വോൾട്ട് മീറ്ററിൽ എത്ര നമുക്ക് കാണേണ്ടത്? 1.5 വോൾട്ട്. 1.5 വോൾട്ട്. ഇനി നമുക്ക് കറണ്ട് എത്രയാണ്? ഗാൽവനോമീറ്റർ കറണ്ട് മാക്സിമം എത്രയാണ്? ഡിഫ്ലക്ഷൻ 50 മില്ലി ആംപിയർ. ദാറ്റ് ഈസ് 15 into 10⁻³ മൈനസ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5. അപ്പോൾ ഇത് 15 ഇതിനെ 15 എഴുതി കഴിഞ്ഞാൽ 10 എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനെ 100 - 5 എന്ന് എഴുതി കൂടെ? 100 - 5 15 എഴുതിയിട്ട് രണ്ടും വെട്ടിക്കളയാം. ഓക്കെ, അപ്പൊ 10⁻³ വരും. ദാറ്റ് ഈസ് 95. എത്ര വരിക? 95 ആയിരിക്കും സീരീസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരിക. എല്ലാവരും 18 ഒന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് ചെയ്യാൻ നോക്കിയേ. യെസ്, ഏതാ വരുന്നത്? 5:2 4:2 ഒക്കെ എഴുതി വെച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ 2 വയേഴ്സ് ഓഫ് സെയിം ലെങ്ത് ഷേപ്ഡ് ഇൻടു സ്ക്വയർ ആൻഡ് എ സർക്കിൾ. ഓക്കെ, രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് ദേ ക്യാരി സെയിം കറണ്ട് റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. രണ്ടും സെയിം കറണ്ട് ക്യാരി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളോട് റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് വെച്ചിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ നമുക്കുള്ള ഇക്വേഷന് ഒരു സിംഗിൾ കോയിൽ ആണെങ്കിൽ നമ്മൾ NIA ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? NIA മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ തന്നെ നമ്മൾ NIA എന്നാ പഠിച്ചത്. അപ്പൊ നമ്മൾ ഒരു സർക്കിൾ ഒരു കോയിലൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? IA. ഇനി L ലെങ്ത് ഉള്ള ഒരു വയറ് ആണ് നിങ്ങൾ രണ്ടിനും ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ച് സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു സൈഡിന് എത്ര ലെങ്ത് വരിക? L/4. ഇത് ഉപയോഗിച്ച് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതിന്റെ റേഡിയസ് എത്ര വരിക? 2πr ആണ് L എന്ന് വരിക അല്ലേ? അപ്പൊ L എത്ര വരിക? L. അപ്പൊ R എത്ര വരിക? L/2π. R = L/2π അല്ലേ? ഇനി നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ റേഷ്യോ കാണണമെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് M1/M2. ഫസ്റ്റത്തിന്റെ I ഇൻറ്റു ഏരിയ. IA അപ്പൊ I ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ ഏരിയ എത്ര വരിക? L/4² അല്ലെ? ഡിവൈഡർ ബൈ രണ്ടാമത്തേത് I ഇൻറ്റു πr². അപ്പൊ π ഇൻറ്റു ആറിന്റെ സ്ക്വയർ എത്ര വരിക? L/2π² അല്ലെ? അപ്പൊ രണ്ടും ഡിവൈഡ് ചെയ്യാം. ഐയും വെട്ടിപ്പോയി. ഇനി L/4ന്റെ സ്ക്വയർ പൈയും വെട്ടിപ്പോയി. 2ന്റെ സ്ക്വയർ 4. അപ്പൊ 4:π അല്ലേ വരിക? 4:π അല്ല, π/4 അല്ലേ? പൈ മുകളിൽ വരും. യെസ്, π/4 ഏതാ വരിക? C. അപ്പൊ അതാണ് ശ്രദ്ധിക്കണം കേട്ടോ, C. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ അത് അങ്ങനെയാണ് കണ്ടത്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് = IA എന്നാണുള്ളത്. അപ്പൊ ഏരിയ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷേപ്പിനനുസരിച്ചിരിക്കും. ഇനി നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 19.
ഒന്ന് ചെയ്ത് നോക്കിയേ, ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് I ആസ് മാഗ്നറ്റിക് മൊമെന്റ് M. It is then bent into a semicircular arc. The new magnetic moment എത്ര? ഒന്ന് ചെയ്ത് നോക്കിയേ. യെസ്, ഏതാണ് ഏതാ കിട്ടിയ 2m/π അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ വരാം. നമുക്ക് നോക്കാം. അതായത് സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് L ഹാസ് മാഗ്നറ്റിക് മൊമെന്റ് M. ഇറ്റ് ഈസ് ദെൻ 18 ആണോ ചോദ്യം? 18 നമ്മൾ ചെയ്തില്ല. 18 എന്താണ്? 18 നമ്മൾ ചെയ്തില്ലേ? ഡൗട്ട് ആണോ ചോദ്യം? എന്താണ് ആ കുട്ടി ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാമോ? വൺസ് അഗൈൻ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നമുക്കൊരു L ലെങ്ത് ഉള്ള വയർ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്തതെന്ത് വെച്ച് കഴിഞ്ഞാല് L ലെങ്ത് ഉള്ള ഒരു വയർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പൊ നമുക്കൊരു സൈഡിന് L/4 അല്ലേ കിട്ടുള്ളൂ. ഓക്കെ, L ലെങ്ത് ഉള്ള ഒരു വയർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് അതിന്റെ റേഡിയസ് നമുക്ക് 2πr = ആണ് ആ L വരിക. അപ്പൊ r = L/2π എന്ന് വരും. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ റേഷ്യോ രണ്ടിന്റെയും കേസിൽ കാണാനാണ് വേണ്ടിയുള്ളത്. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് I × ഏരിയ ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡിന്റെ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് L/4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ നമ്മുടെ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പൊ π × r നമുക്ക് L/2π എന്നിവിടെ കിട്ടിയിട്ടുണ്ട്. L/2π ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി രണ്ടും സിംപ്ലിഫൈ ചെയ്താൽ മതി. ഐയും വെട്ടിപ്പോയി, L² പോവും. ഇനി ഇവിടെ ഈ 2π² മോള് പോവും. ഇവിടെ പൈയും π² വെട്ടിപ്പോവും. അപ്പൊ മുകളിൽ എത്തുമ്പോൾ ഒരു π ഉണ്ടാവും. പിന്നെ താഴെ ഒരു π/4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, π/4 എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ആൻസർ ഈസ് C. ഓക്കെ, ഓക്കെ.
യെസ്. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ സ്റ്റീൽ വയർ ഓഫ് എൽ മാഗ്നറ്റിക് മൊമെന്റ് എം. നമ്മൾ ഒരു സ്റ്റീൽ വയർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ വയർ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് സാധാരണഗതിയിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്റ്റീൽ വയർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താ പഠിച്ചത്? 1 ഓഫ് ദ ചാർജ് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റീൽ വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പോളുകളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ലെങ്ത് L ആണെങ്കിൽ 1 ഓഫ് ദ പോൾ ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, PL നമ്മൾ പറയാം. ഓക്കെ, ഇലക്ട്രിക് ഡൈപോളുമായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഡൈപോളിനെ കമ്പയർ ചെയ്യാം. അവിടെ 1 ഓഫ് ദ ചാർജ് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ് പറയാം. ഇവിടെ 1 ഓഫ് ദ പോൾ ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ ലെങ്ത് L ആണെങ്കിൽ PL എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ദെൻ ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ടു എ സെമി സർക്കുലർ ആർക്ക്. ഇനി ഈ L ലെങ്ത് ഉള്ള ഒരു സാധനം ഞാൻ എന്താക്കാൻ പോവാണ്? സർക്കിൾ അല്ല, ഒരു സെമി സർക്കിൾ ആക്കാൻ പോവാണ്. ഓക്കെ, സെമി സർക്കിൾ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ L ലെങ്ത് ഉള്ള ഈ സാധനം ഞാൻ എന്താണ് ഒരു സെമി സർക്കിൾ ആക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ സെമി സർക്കിൾ ആക്കി കഴിഞ്ഞാൽ നമ്മള് സെമി സർക്കിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു സെമി സർക്കിൾ ആക്കി കഴിഞ്ഞാൽ ഇതിൽ πr, ഒരു സെമി സർക്കിളിന്റെ ലെങ്ത് എത്രയാണ്? πr എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ലെങ്ത് ആക്കി മാറ്റുന്നത്. അപ്പൊ r = എന്തായിരിക്കും? L/π. ഇനി പുതിയ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ 2 എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? റേഡിയസിന്റെ ഡബിൾ അല്ലേ, 2r ആണ് വരിക. അപ്പൊ പുതിയ മാഗ്നറ്റിക് മൊമെന്റ് M' എന്ന് പറയുന്നത് ഇതിന്റെ പോളുകൾ തമ്മിൽ മാറിയിട്ടില്ല. ഓക്കെ, പോളുകൾ സെയിം തന്നെ അല്ലേ, അതിന്റെ ഷേപ്പ് അല്ലേ മാറിയിട്ടുള്ളൂ. ഓക്കെ, അത് വളഞ്ഞു കിടക്കുന്നുള്ളൂ. അഗ്രഭാഗത്തുള്ള അതിന്റെ ഇപ്പൊ ഇവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ P മാറുന്നില്ല. അപ്പൊ P ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് മാറി. അവക്കിടയിൽ ഇപ്പൊ അവക്കിടയിലുള്ള ലെങ്ത് എത്രയാണ്? ഇപ്പൊ അവക്കിടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2r ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ്? r എന്ന് പറയുന്നത് L/π. L/π അല്ലേ? അപ്പൊ M' എന്ന് പറയുന്നത്, അപ്പൊ M'/M എന്ന് പറയുന്നത് എത്ര വരും? M'/M എന്ന് പറയുന്നത് എത്ര വരും ഒന്ന് പറയാമോ? പിയും P' വെട്ടിപ്പോയി. M'/M എന്ന് പറയുന്നത് എത്ര വരിക? π/2 എന്ന് വരില്ലേ? അല്ല, 2/π അല്ലേ? 2/π. ദാറ്റ് ഈസ് M' എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 2m/π എന്നിട്ടു. ഓക്കെ, അപ്പൊ ഈ M' അവിടെ നിർത്തുക, M ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 2 പോളുകൾക്കിടയിലുള്ള ലെങ്ത് L ആണെങ്കിൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. ഇനി അത് സെമി സർക്കിൾ ആക്കുന്നതോടുകൂടി അവയുടെ പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവക്കിടയിലുള്ള ഡയാമീറ്റർ ആയിട്ട് വരുന്നു. അപ്പൊ 2r എന്ന് കൊടുക്കുന്നു. പക്ഷെ r എന്ന് പറയുന്നത് L ലെങ്ത്തുള്ളതാണ് സെമി സർക്കിൾ ആയത്. അപ്പൊ πr = L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ r = L/π എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2r-ൽ r-ന് L/π എന്ന് കൊടുക്കുന്നു. അപ്പൊ M'/M കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? M' എക്സ്പ്രഷൻ കാണുന്നു. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് ഞാൻ അതിന്റെ ഒരു തിയറി പറയാം, അതിനുശേഷം നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഈ മെറ്റീരിയൽസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഡയാമാഗ്നറ്റിക്സ്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ റീഡ് ചെയ്യുക, നമ്മുടെ മെറ്റീരിയലിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്മളൊരു വസ്തുവിന് പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്.
ഓക്കെ, മാഗ്നറ്റൈസിങ് ഫീൽഡ്. അതായത് ഇപ്പൊ ഒരു വസ്തുവിനെ നിങ്ങൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാല് അതിന് കൊടുക്കുന്ന ഫീൽഡിനെ നമ്മൾ ബി എന്ന് പറയും. അപ്പൊ അതിനെ ഏൺ ചെയ്യുന്ന ഫീൽഡിനെ നമ്മൾ എച്ച് എന്ന് പറയും. ഓക്കെ, അത് ഏൺ ചെയ്യുന്ന ഫീൽഡിനെ എച്ച് എന്ന് പറയും. നമ്മളിപ്പോ ഒരു ആണിയൊക്കെ ഒരു മാഗ്നറ്റിൽ കുറെ നേരം വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിന്റെ സ്വഭാവം കാട്ടും. അതെന്താ കാര്യം? അത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും അത് ഏൺ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. ഇനി ഈ ബിയും എച്ചും തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മാഗ്നറ്റ് ആകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഒരു മാഗ്നറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന് കൊടുക്കുന്ന ഫീൽഡ്, ഓക്കെ, സോറി എനിക്കൊരു നമ്മളൊരു കോൺസെപ്റ്റ് വിട്ടുപോയി. നമ്മൾ മാഗ്നറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന് കൊടുക്കുന്ന ഫീൽഡാണ് എച്ച്. അപ്പോൾ അതിന് കിട്ടുന്ന ഫീൽഡാണ് ബി. ഓക്കെ, ഒരു വസ്തു മാഗ്നറ്റ് ആകാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുന്ന ഫീൽഡാണ് എച്ച്. അപ്പോൾ അതിന് കിട്ടുന്ന ഫീൽഡാണ് നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ എച്ച് ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഫീൽഡും കൂടിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ഈ എച്ച് സീറോ ആക്കുകയാണ്. എച്ച് സീറോ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ഫീൽഡ് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോഴും നിങ്ങൾ നമ്മൾ ആണിക്ക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ആണിക്ക് നമ്മൾ ഫീൽഡ് കൊടുത്തുകൊണ്ടിരുന്നാല് അതിൽ ഫീൽഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ആണിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ എച്ച് സീറോ ആയപ്പോൾ ഒരു ബി എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? ഈ ബിനെയാണ് നമ്മൾ പറയുന്നത് റീടെൻഡിവിറ്റി. എന്താണ്? ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ പറയുന്നതാണ് റീടെൻഡിവിറ്റി. ഇതിന് പറയുന്ന പേരാണ് റീടെൻഡിവിറ്റി. ഓക്കെ, റീടെൻഡിവിറ്റി ഫീൽഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഒരു ഫീൽഡ് കൊടുക്കണം. ഫീൽഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഫീൽഡ് കൊടുത്തിട്ടല്ലേ ഇതിൽ ബി ഉണ്ടാക്കിയത്. അപ്പൊ ഒരു ഓപ്പോസിറ്റ് ഒരു ഫീൽഡ് എച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് കളയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഈ കൊടുക്കുന്ന ഈ നെഗറ്റീവ് ഫീൽഡ്, മാഗ്നറ്റൈസിങ് ഫീൽഡ്, ഈ ബീനെ സീറോ ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്താ പറയാ? കൊയേഴ്സിവിറ്റി. എന്താണ്? കൊയേഴ്സിവിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരുപാട് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യണം. റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റി ഒക്കെ എന്ത് ചെയ്യണം? വളരെ കൂടുതലാണെങ്കിലാണ് അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് നമ്മൾ പറയാം. കാര്യം എന്താണ്? അതിലുള്ള ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് കൊടുക്കുന്ന ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് കുറെ നേരത്തേക്ക് അതിന് മാഗ്നറ്റിസം നഷ്ടപ്പെടരുത്. അപ്പൊ റീടെൻഡിവിറ്റി കൂടുതലായിരിക്കണം. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫീൽഡ് പെട്ടെന്ന് നഷ്ടപ്പെടരുത്. അപ്പൊ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ ഹൈ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ എന്തായിരിക്കണം? വലുതായിരിക്കണം. അപ്പൊ ഈ ഗ്രാഫ് നമുക്ക് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഷേപ്പിന് പറയുന്ന പേരാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ്. ഹിസ്റ്റീരിസിസ് ലൂപ്പ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഈ റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റി ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിന് എന്തായിരിക്കണം? കുറവായിരിക്കണം. പെർമനന്റ് മാഗ്നറ്റിന് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. കാര്യം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടണം. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റ് ആവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതിൽ റീറ്റെയിൻ ചെയ്യാൻ പാടില്ല. റീടെൻഡിവിറ്റി, അത് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് റീടെൻഡിവിറ്റി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ കുറവായിരിക്കണം. മറ്റേത് എന്ത് ചെയ്യണം? പെർമനന്റ് മാഗ്നറ്റിന് കൂടുതലായിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് നമ്മൾ ഈ ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ലൂപ്പായിരിക്കും. കാര്യം റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ കുറവായിരിക്കണം. ഇനി മറ്റേതാണെങ്കിലോ റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. പെർമനന്റ് മാഗ്നറ്റിന് റീടെൻഡിവിറ്റിയും കൊയേഴ്സിവിറ്റിയും ഒക്കെ കൂടുതലായിരിക്കണം. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കണം? കൂടിയെങ്കിലേ ഈ ലെങ്ത് ഒക്കെ കൂടണമെങ്കിൽ ഏരിയ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പൊ പെർമനന്റ് മാഗ്നറ്റിന് ഈ ഏരിയാസ് ഒക്കെ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ,
അപ്പൊ ശരി. അപ്പൊ നമുക്ക് അപ്പൊ ഇതില് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ, മെറ്റീരിയൽ സൂയിറ്റബിൾ ഫോർ പെർമനന്റ് മാഗ്നറ്റ് മസ്റ്റ് ഹാവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്? ഏതായിരിക്കും വരിക? ഒന്ന് മാർക്ക് ചെയ്തേ. ഹൈ റിട്ടൻറ്റിവിറ്റി, ഹൈ കൊയേസിവിറ്റി, ഹൈ പെർമിയബിലിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ്. അപ്പൊ നമ്മളൊരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കണമെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർമിയബിൾ ആവണം. അപ്പൊ ഹൈ പെർമിയബിലിറ്റി വേണം, ഹൈ കൊയേസിവിറ്റി വേണം, ഹൈ റിട്ടൻറ്റിവിറ്റി വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ പിന്നെ ഈ ചാപ്റ്റർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ആ തന്നിരിക്കുന്ന നോട്ട്സ് ഒന്നും കൂടെ വായിച്ച് പഠിക്കുക, എന്നിട്ട് ഈ പ്രോബ്ലംസ് ഒന്നും കൂടെ ചെയ്ത് പഠിക്കട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ക്ലാസ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം.